ത്തിനെ സ്നേഹിക്കേണ്ടി വരും. അപ്പോൾ ഇവരിപ്പോൾ സ്ത്രീ ഗുരുവിനെ എതിർക്കുകയാണെങ്കിൽ ഇനി ഇവർ സ്ത്രീ ആയിട്ട് ജനിച്ച് ഇനി ഗുരുവാകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ജന്മത്തിൽ. കാര്യം ഇത്രയും അധിക്ഷേപങ്ങളും നെഗറ്റിവിറ്റിയും ചെയ്ത് ഇത് പെർമനന്റ് ഹെല്ലിൽ പോകുന്ന വിധത്തിൽ ശ്രീരാമ ഭഗവാൻ ഉൾപ്പെടെ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ എത്ര മഹാന്മാരുടെ ദർശനത്തിലെ ആവിഷ്കരിച്ച ഒരു സത്യമാണ് ഈ ഗുരു പരമ്പരയിലൂടെ നടക്കുന്നത്. അത് നമുക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളും ഇവരുടെ ചാനൽ കാണുന്നവരല്ല. ഇനി ഇവരുടെ ചാനൽ കാണുന്നവരാകട്ടെ അത് കാണുന്നുണ്ടെന്ന് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവർക്കത് കാണുന്നു എന്ന് പറയുന്ന പോലെ അവർക്ക് നാണക്കേടാണ്. രാജേഷ് നേതാജി ഇത് കേട്ടിട്ട് രാജേഷ് നേതാജി ഇനി വായിൽ വരുന്നൊക്കെ വിളിച്ചങ്ങ് പറയുന്നു. അപ്പം രാജേഷ് നേതാജിക്ക് എന്താണ് ഇതെന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചതുപോലെ എന്തോ എനിക്ക് തെറ്റുപറ്റി അങ്ങനെ സംസാരിച്ചു. പിന്നെ ഇയാൾ പറയുന്നു ഞാൻ വിശ്വാസി അല്ല. ഞാൻ പറഞ്ഞു ഇത് ഇയാൾ ഏത് സ്ഥലം കൊണ്ടാണ് കേൾക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഭാഗമാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. ഗുരുവിൽ വിശ്വാസമില്ല, ബാക്കി എല്ലാത്തിലും വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന കഴിഞ്ഞാൽ മൈത്രേയൻ ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ വന്നിട്ട് അദ്ദേഹം ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതികളിലേക്ക് ഉയർന്നു വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ ബുദ്ധന്മാരെ എല്ലാം ഇഷ്ടമായിരുന്നു. ദർശനത്തിന് മനുഷ്യരൂപത്തിൽ ഗുരുദർശനത്തിന് വരാത്ത അവരിൽ ചില കള്ളത്തരങ്ങളുണ്ട്. അതാണ് ആരും മനസ്സിലാക്കാറ്. ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് എന്താണെന്നറിയാമോ? നിന്റെ സാരഥി പട്ടിക്ക് കൊണ്ട് കൊടുറ എന്തായിരിക്കും അയാൾ പറയുന്നത്. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു ചാനലിൽ വരുന്ന കുറേ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അവർ കുറച്ച് നമ്മളെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതിന് മറുപടി പറയുമ്പോൾ അത് ആരോടെങ്കിലും ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കാനോ വിമർശിക്കാനോ ഒന്നും അല്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ശ്രീ മറുപടി പറയുമ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഒരു ഇത് വരുന്നുണ്ട്, സംശയ നിവാരണം വരുന്നുണ്ടെന്ന് നമ്മളെ നേരിട്ട് കണ്ടും അല്ലാതെയും ഒക്കെ ആൾക്കാർ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരും തന്നെ പറയുന്നുമുണ്ട് അവർ ശ്രീയോടാണ് ഇതൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ശ്രീക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമാണ്. അത് ശ്രീ വിശദീകരിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി കൊടുക്കുമ്പോൾ ശ്രീയിൽ നിന്ന് വരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കാമെന്ന് ശ്രീക്ക് സമയമുള്ളപ്പോൾ ശ്രീ അത് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശ്രീ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോയിൽ രാജേഷ് നേതാജി, ചന്ദ്രബാബു ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ശ്രീയെ വീണ്ടും അവർക്ക് കളിയാക്കലും പുച്ഛിക്കലും ഒക്കെ ആണല്ലോ. അവരങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശ്രീ അതിന് എന്തെങ്കിലും മറുപടി കൊടുക്കുന്നോ? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഈ വീഡിയോയിൽ അവരിങ്ങനെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ആസ്വദിക്കുന്ന ഒരു തരത്തിലാണ് അവർ അത് ഷെയർ ചെയ്യുന്ന ആ വീഡിയോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ അതേ നാണയത്തിൽ സംസാരിക്കാത്തത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ മാനസിക വൈഷമ്യങ്ങളിൽ നിന്നും അവരുടെ മനസ്സിൻ്റേതായിട്ടുള്ള ചില ഇറിറ്റേഷനിൽ നിന്നും അടഞ്ഞ ഒരു മനസ്സിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അല്ലാതെ ഇപ്പം നല്ല മനസ്സോടുകൂടി ഇപ്പം നല്ല വളരെ പക്വതയുള്ള ശാന്ത സ്വഭാവത്തിലുള്ള അറിവുള്ള മെച്ചുറായിട്ടുള്ള വ്യക്തികൾ ഇതുപോലെ സംസാരിക്കില്ലല്ലോ. ആരെക്കുറിച്ചായാലും മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ അവരുടേതായ അപക്വമായ ഒരു മൈൻഡിൽ നിന്നാണ് അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളും അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ ശാന്തമായിട്ട് ഇവർ പറഞ്ഞത് എന്താണ്, ഇവരുടെ വയലൻസിനെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവരുടെ മാനസിക വൈകൃതങ്ങളിൽ നിന്നുള്ള പരിഹാസങ്ങളെ അതേ നാണയത്തിൽ പ്രതികരിച്ച് നമ്മളിപ്പോൾ വീഡിയോയിൽ പൊതുജനങ്ങളോട് അതേ നാണയത്തിൽ പ്രതികരിച്ചാൽ നമ്മൾ തന്നെ പരിഹാസ കഥാപാത്രങ്ങളാവും. ഇതിപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ദേഷ്യമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം നേരിട്ടാണല്ലോ. ഇപ്പോൾ വീഡിയോയിൽ വന്ന് ഹീറോയിസം പോലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ ചന്ദ്രബാബു പല വ്യക്തികളെ കൊണ്ട് കൂടി നമ്മളെ അധിക്ഷേപിക്കുകയാണ്. അതായത് വോയിസ് ക്ലിപ്പ് പല വ്യക്തികളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പേരും നാളും ഊരും പേരും ഒന്നും ഇല്ല. ചില വ്യക്തികളുടെ വോയിസ് ക്ലിപ്പ് ഇങ്ങനെ കേൾപ്പിച്ചിട്ട് അതിന് AI പ്രോംപ്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ രാജേഷ് നേതാജിയുടെ നമുക്ക് മനസ്സിലായി, മറ്റുള്ളതൊക്കെ ഇനി ഇദ്ദേഹം തന്നെ സ്വയം പടച്ചുവിടുന്നതാണെന്ന് നമുക്കറിയില്ല. അതിനകത്ത് നമ്മളെയൊക്കെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികൾ വന്നിരുന്ന് അധിക്ഷേപിക്കുന്നു. അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പ് ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ ചന്ദ്രബാബു ഇങ്ങനെ ഇരുന്ന് കുലുങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ചന്ദ്രബാബു, ഞാനൊരു സുഹൃത്തിനെ പോലെ പറയുകയാണ്, ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഒരു കോമാളിത്തരമാണ്. അപ്പം നമ്മളങ്ങനെ കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണം. ഇങ്ങനെ കുലുങ്ങിയൊക്കെ ചിരിക്കുന്നത് അതിലെ സ്ത്രീകളുടെ ഒരു സ്വഭാവമുണ്ട്. ഈ സ്ത്രീകൾക്കാണ് ഈ പരദൂഷണം കേൾക്കുമ്പോൾ
ഒത്തിരി ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്ന സ്വഭാവമുള്ളത്. ഇപ്പം തന്നെ ആശ തന്നെ ഈ ചിരിക്കുന്നത് ഒരു സ്ത്രൈണ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. കാരണം സ്ത്രീകൾ പൊതുവെ ചെറിയ കാര്യത്തിന് വരെ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ അവരുടെ ഒരു സ്വഭാവമാണ്, ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ തന്നെ അവർ ചിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു സ്ത്രൈണ സ്വഭാവം കാണിക്കരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ഗുരുവിനെ ഇത്ര എതിർക്കുന്നു, സ്ത്രീ സ്വഭാവത്തിൽ എതിർക്കുന്നു, അപ്പോൾ അതും ഒരു സ്ത്രൈണ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതായത് ഈ പ്രകൃതിയിൽ സ്ത്രീ പുരുഷരെന്ന വ്യക്തികളെക്കാൾ കൂടുതൽ സ്ത്രൈണ ഗുണവും പുരുഷ ഗുണവും, പുരുഷ ഗുണം ബോധവും സ്ത്രൈണ ഗുണം പ്രകൃതി, സ്ത്രൈണ ഗുണത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രൈണ ഗുണവും പുരുഷ ഗുണവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സ്ത്രീ പുരുഷന്മാരിലെല്ലാം ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഓരോരുത്തരുടെയും ഗുണത്തിന് അനുസരിച്ച്, അതിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് സ്ത്രീ പുരുഷ ഭേദമായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പുരുഷന്മാരിലും സ്ത്രൈണ ഗുണമുള്ളവരുണ്ട്. കാരണം ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ പരിഹസിക്കുക, നുണ പറയുക, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വയലൻസ്, ദേഷ്യ, അസൂയ, കുശുമ്പ്, ഇതെല്ലാം ഒരു സ്ത്രൈണ ഗുണത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകളെ അല്ല ഞാൻ പറയുന്നത്, സ്ത്രൈണ ഗുണത്തിൻ്റെ ഭാഗം. ബോധം, വിസ്ഡം, അറിവ്, ജ്ഞാനം, ഇതെല്ലാം പുരുഷ ഗുണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്ത്രീക്കോ പുരുഷനോ ഇല്ലെന്നല്ല, സ്ത്രീകൾക്ക് ബോധവും ജ്ഞാനവും അറിവും പക്വതയും എല്ലാമുള്ള ഈ പുരുഷ ഗുണം, പ്രകൃതിയിലെ പുരുഷ ഗുണമുള്ള, പുരുഷനായിട്ട് പറയുന്ന ഗുണങ്ങളുള്ള സ്ത്രീകളുണ്ട്. നല്ല പക്വതയുള്ള, നല്ല മെച്യൂരിറ്റിയുള്ള സ്ത്രീകളുണ്ട്. അവരെയാണ് നമ്മൾ ഉത്തമയായ സ്ത്രീകളെന്ന് പറയുന്നത്. ഈ പുരുഷ ഗുണത്തിലുള്ള ബോധം, ജ്ഞാനം, അങ്ങനെ അറിവ്, ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ. അതുപോലെ സ്ത്രൈണ ഗുണം ഉള്ള പുരുഷന്മാരുമുണ്ട്. അപ്പോൾ അവരാണ് ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുക, പരിഹസിക്കുക, പിന്നെ സ്ത്രീകളെ അടിക്കുക, ഉപദ്രവിക്കുക. കാര്യം ഈ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ അടിച്ചും ഉപദ്രവിച്ചും ഒക്കെ അവർക്ക് അവരുടെ എന്നുവെച്ചാൽ ഈ പുരുഷനായിട്ടില്ല, പുരുഷനായി ആവാൻ ശ്രമിക്കുകയാണ് അവൻ്റെ മനസ്സ്. അപ്പോൾ സ്ത്രീകളെയൊക്കെ അടിച്ചും ഉപദ്രവിച്ചും ഒക്കെ പിന്നെ അവൻ മേളിൽ വരാൻ ശ്രമിക്കും. അതാണ് ആ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ചില ഭർത്താക്കന്മാരൊക്കെ അവർ പുരുഷ ഗുണം തെളിയിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥ പുരുഷന് അത് തെളിയിക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ആളിനാണ്, താൻ ഇതല്ലാത്ത ആളിനാണ് അത് തെളിയിക്കേണ്ട ആവശ്യം വരുന്നത്. യഥാർത്ഥ പുരുഷൻ തെളിയിക്കില്ല. അയാൾ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണേ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗുരു സ്ത്രീകളെ എല്ലാവരെയും എംപവർ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരുപാട് ഗുരുക്കന്മാർ അങ്ങനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഷോ, അരബിന്ദോ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിൽ ഒരു സ്ത്രീ അവരുടെ പേര് വെക്കാതെ വന്ന് അധിക്ഷേപിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും തിരിച്ച് നല്ല രീതിയിൽ പരുഷമായിട്ടൊക്കെ സംസാരിക്കുകയും ഇതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് അത് മാറ്റി. കാര്യം സ്ത്രീകളെ നമ്മൾ അധിക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക, അതൊക്കെ സ്ത്രൈണ ഗുണമാണ്. ഇപ്പോൾ പുരുഷന്മാരെന്നൊക്കെ പറയുമെങ്കിലും സ്ത്രൈണ ഗുണമാണ്. കാര്യം ഈ കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞ് പുരുഷനാവണമെന്നില്ല, അത് പ്രകൃതിയുടെ ഭാഗമാണ് ഈ കുട്ടികൾ. ഇപ്പോൾ സ്ത്രീയും പുരുഷനും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്, ബോധം മാത്രമാണ് പുരുഷൻ. അപ്പം ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ പുരുഷന്മാരും സ്ത്രൈണ ഗുണമുള്ളവരിങ്ങനെ സ്ത്രൈണ സ്വഭാവത്തിലൊക്കെ പെരുമാറും. അപ്പോൾ തന്നെ ഇപ്പോൾ സ്ത്രീകളെ ഇങ്ങനെ, ഇപ്പോൾ ആധ്യാത്മികമായിട്ടൊരു രഹസ്യമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിലുള്ള ഒരു ഇന്ന മതത്തെ വെറുക്കുന്നു, അടുത്ത ജന്മം അവർ ആ മതത്തിൽ ജനിച്ച് ആ മതത്തെ സ്നേഹിക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്തിനെ വെറുക്കുന്നു, ഇപ്പം ദൈവം ഇല്ല എന്ന് പറയുന്നവരെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജന്മം ജനിക്കും. കാര്യം നമ്മൾ എന്തിനെ വെറുക്കുന്നു അതിനെല്ലാം സ്നേഹിച്ച്, ഈ ലോകത്തുനിന്ന് എല്ലാത്തിനെയും സ്നേഹിച്ച് അക്സെപ്റ്റ് ചെയ്ത് ബഹുമാനിച്ച് മാത്രമേ നമുക്ക് സമ്പൂർണ്ണമായ ദൈവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് ലയിക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കേണ്ടി വരും. അപ്പോൾ ഇവരിപ്പോൾ സ്ത്രീ ഗുരുവിനെ എതിർക്കുകയാണെങ്കിൽ ഇനി ഇവർ സ്ത്രീ ആയിട്ട് ജനിച്ച് ഇനി ഗുരുവാകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും ജന്മത്തിൽ. കാര്യം ഇത്രയും അധിക്ഷേപങ്ങളും നെഗറ്റിവിറ്റിയും ചെയ്ത് ഇത് പെർമനൻ്റ് ഹെല്ലിൽ പോകുന്ന ഒരു ജീവ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇനി ഗുരു ആകുന്നെന്ന് തന്നെ വെച്ചോളൂ, ഇവരിനി സ്ത്രീ ഗുരുവായി മാറും. കാര്യം ഇവരിങ്ങനെ സ്ത്രീ ഗുരു എന്ന് പറയുന്ന ഇതിനെ ഇത്രയും എതിർക്കുമ്പോൾ ഇവരിനി സ്ത്രീ ഗുരുവായി മാറുക, അത് മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ. കാര്യം നമ്മൾ എന്തിനെ എതിർക്കുന്നോ ഈ പ്രകൃതിയിൽ, അതാണ് പറയുന്നത് ദൈവികമായിട്ടുള്ള ഈ ലോകത്തിൽ സമ്പൂർണമായ സ്വീകരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സാധാരണ ലെവലിലെ മനുഷ്യർക്ക് ഇത് മനസ്സിലാവില്ല, പൊതുജനങ്ങൾ കിടന്ന് വഴക്ക് കൂടിക്കൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ ആധ്യാത്മിക ലെവലിൽ വരുമ്പോൾ, അതുകൊണ്ടാണ് ജ്ഞാനികളും ഋഷിമാരും ഒക്കെ ഇങ്ങനെ കൂടുതൽ സൈലൻ്റ് ആയിട്ട് വരുന്നത്, എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന, അങ്ങനെ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്ത് സമ്പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ മുക്തി മോചനത്തിലേക്കൊക്കെ പോകാൻ പറ്റൂ. അപ്പോൾ ഇവരെന്തിനെ എതിർക്കുന്നോ അവരത് തന്നെ അവരതായിട്ട് മാറും. അതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരിലുള്ള ആ സ്ത്രൈണ ഭാവമാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീ വിരുദ്ധതയൊക്കെ പറയുന്നത്. അരബിന്ദോ ആശ്രമത്തിൽ സംഭവിച്ച വിപത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ശിഷ്യപൂജിതയെ ഗുരുസ്ഥാനത്ത് കൊണ്ടുവന്നത് പ്രകൃതിക്ക് എതിരാണ്, പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രകൃതിയിൽ നിലനിൽക്കാത്ത ഒരു സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഘോരഘോരം സംസാരിക്കുന്നു. ഇപ്പോൾ അരവിന്ദ ആശ്രമത്തിൽ മനസ്സിന് അകത്ത് പരിണമിച്ചിട്ടുള്ള ഒരു ശിഷ്യയുടെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നും ആ ആശ്രമത്തിൻ്റെ പർപ്പസ് എന്താണെന്നും ഒക്കെ ഞാൻ സംസാരിച്ചു. ഇപ്പോൾ ഗുരുവിൻ്റെ കാര്യം പറയുമ്പോൾ,
ഗുരു പ്രകൃതിയിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങളെ അതേപടി പാലിക്കാൻ വേണ്ടി വന്ന ആചാര്യനല്ല. ഗുരു പ്രകൃതിയെ തിരുത്താൻ വേണ്ടി വന്ന ഒരു ആചാര്യനാണ്. അപ്പോൾ 25 ചതുർയുഗങ്ങളായി പരിണമിച്ചു വന്ന ഈ പ്രകൃതിയുടെ സകല സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും എല്ലാം തിരുത്താൻ വേണ്ടി വന്ന ആചാര്യനാണ് നമ്മുടെ ഗുരു. അപ്പോൾ ഗുരു പറഞ്ഞു, ഈ ആശയം ആദ്യകാലത്ത് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അത് ഈ പ്രകൃതി ഏറ്റെടുത്തിട്ടില്ല, നമ്മൾ ഉടനെ ചെയ്യണ്ട, പതുക്കെ പതുക്കെ ചെയ്താൽ മതി. അത് പ്രകൃതി കുറേശ്ശെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമ്മളിത് പ്രചരിപ്പിക്കാവൂ, അല്ലാതെ പ്രചരിപ്പിക്കരുതെന്ന് പോലും ഗുരു പറഞ്ഞിരുന്നു. അതായത് ഗുരുവിനെ സംബന്ധിച്ച് ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയിലാണ്. എന്തെങ്കിലും ഒരു മതമോ വിശ്വാസമോ അങ്ങനത്തെ ഒരു രീതിയിലല്ല. ഇത് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഈ പ്രകൃതിയെ പ്രോഗ്രാം ചെയ്ത് പ്രകൃതിയിലേക്ക് ഈ ആശയത്തെ പ്രാർത്ഥനാ സ്വഭാവത്തിലും സങ്കല്പ സ്വഭാവത്തിലൂടെയും കൂടി പരിണമിച്ച് ഒരു പുതിയ ധർമ്മത്തിലേക്ക് മനുഷ്യരാശിയെ കടത്തിക്കൊണ്ടുപോകുക, മനുഷ്യരാശിയിലേക്ക് വന്നുപോയ ആ തെറ്റിനെ തിരുത്തി ഒരു പുതിയ ധർമ്മത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകുക എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗുരുവിൻ്റെ കാര്യങ്ങൾ പ്രാകൃതി, നേരത്തെ സൃഷ്ടിച്ച, ഈ പ്രാകൃതി എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ സൃഷ്ടമായത്, ആ സൃഷ്ടമായ കാര്യത്തിനെ പുതുക്കി പണിയുക, ആ പ്രോഗ്രാമിനെ പുതുക്കി പണിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു ഇവിടെ നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പും തെറ്റിച്ചിട്ടുണ്ട്. നിലനിരുന്ന പല കാര്യങ്ങളെയും, നിലനിർന്ന എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ സന്യാസ സ്വഭാവത്തിലുള്ള വിശ്വാസങ്ങളെ, എല്ലാ കാര്യങ്ങളെയും തിരുത്തി പുതിയ രീതിയിലാണ് ഗുരു എല്ലാത്തിനെയും വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ഈ പഴയ രീതിയിൽ തന്നെ പ്രകൃതിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവരെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ പഴയ രീതിയിൽ തന്നെ, പ്രകൃതിയുടെ ആ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ തന്നെ ഇതിനെ നിലനിർത്താൻ വെമ്പൽ കൊള്ളുകയാണ്. അവരറിയാതെ, കാര്യം അവർക്ക് അതേ അറിയാവൂ, അവരുടെ മനസ്സിൻ്റെ പ്രോഗ്രാം അതാണ്. അവരത് തന്നെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ വിധത്തിലൂടെയും ജ്ഞാനമില്ലാത്ത അജ്ഞാനികളായ ഈ മനസ്സുകളായിട്ടുള്ള വ്യക്തികൾ അവർ നിലനിൽക്കുന്ന സിസ്റ്റത്തിനെ അതേപടി നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് ഗുരു സംസാരിച്ചതായിട്ട് സോമനാഥ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നു. അതായത് മാധവിക്കുട്ടി അമ്മയുടെ അമ്മ ആയ ബാലാമണി അമ്മ, എഴുത്തുകാരി, അവർ വന്നപ്പോൾ അവരോട് ഗുരു ശിഷ്യഭൂതയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണോ പെണ്ണോ? അപ്പോൾ അവർ പറഞ്ഞു പെണ്ണായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണുമല്ല പെണ്ണുമല്ല. ഇവരുടെ പ്രായം ചോദിച്ചപ്പോൾ അവരൊരു പ്രായം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അമ്മയുടെ 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 അമ്മയുടെ, അതായത് അത്രയും പഴക്കം ചെന്ന ഒരു ജീവനാണിത്. അപ്പോൾ ഇത് ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ നപുംസകം എന്നല്ല. ആണ്, പെണ്ണ്, നപുംസകം ഇതെല്ലാം സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കകത്തുള്ള ഈ മാനസിക തലത്തിൽ മനുഷ്യന് മനസ്സിലാകുന്നതാണ്. മനുഷ്യന് മനസ്സിലാകാത്ത ബിയോണ്ട് ആയിട്ടുള്ള സത്യത്തിൻ്റെ ഭാവം ആണ് ഈ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കപ്പുറമുള്ള സത്യത്തിൻ്റെ ഭാവം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണിത്. ആത്മബോധം, ആ പരമബോധത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മബോധം തെളിഞ്ഞ ഒരു വ്യക്തിത്വമാണിത്. ഇത് സ്ത്രീ പുരുഷ ഭേദങ്ങളിൽ ഇതിനെ പറയരുത് എന്ന് ഗുരു ശരീരത്തിലിരിക്കുമ്പോൾ സോമനാഥ് സാറ് കേട്ട കാര്യമാണ് സോമനാഥ് സാറ് നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഗുരു ഇത്തരത്തിലെല്ലാം ഈ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സംശയമില്ലാത്തൊരു കാര്യമാണ്, ഈ ഗുരു ഇനിയിപ്പോൾ സ്ത്രീ സ്വഭാവത്തിൽ ഗുരു ഇവിടെ ശിഷ്യഭൂതയെ പ്രതിഷ്ഠിച്ചെങ്കിൽ അത് പുതിയൊരു സംസ്കാരം ഈ പ്രകൃതിയിലേക്ക് ഗുരു സ്റ്റാർട്ട് ചെയ്യാണ്. കാര്യം ഏറ്റവും പരമോന്നതമായ സ്റ്റേജിലേക്ക് ഒരു സ്ത്രീ ജന്മത്തിൽ കൂടി ഒരു ശിഷ്യയെ ഗുരു ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ അത് ഗുരു പ്രകൃതിയിൽ സൃഷ്ടിച്ച പുതിയ സംസ്കാരമാണ്. ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്. ഇതുവരെ പ്രകൃതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്. ഇനി ഗുരു എന്തെല്ലാം രീതിയിൽ, എന്തെല്ലാം ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾ, ഈ പ്രകൃതിയിൽ പോലും ഓരോ യുഗങ്ങളിലും ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ദൈവികമായിട്ട് തന്നെ നാച്ചുറലി പരിണാമം ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഗുരു ഇതിനെല്ലാം മാറ്റം കുറിക്കാനായിട്ട് വന്ന ഒരു ആചാര്യൻ എന്നുള്ള രീതിയിൽ ഗുരു പുതിയ സംസ്കാരങ്ങൾ, പുതിയ നവസംസ്കാരങ്ങളാണ് നമുക്ക് തരുന്നത്. അത് പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തുന്ന, അപ്ഗ്രേഡ് ചെയ്യുന്ന, പ്രകൃതിയെ പുതിയ തിരിച്ചറിവിലേക്ക്, പുതിയ ഒരു സാക്ഷാത്കാര സ്വഭാവത്തിലേക്കൊക്കെ ഉയർത്തുന്ന ഒരു സ്വഭാവമാണ്. ഒരു ഗുരു വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയും, അതായത് മനസ്സിൽ അന്നുവരെ നിലനിൽക്കുന്ന സകല സംസ്കാരങ്ങളെ മാറ്റി അതിനെല്ലാം ഉദ്ധരിക്കുന്ന, തിരുത്തിക്കൊണ്ടാണ് ഒരു ഗുരു പോകുന്നതെന്നാണ് പറയുന്നത്. കാലാന്തര ഗുരു വന്നു കഴിയുമ്പോൾ സകലതിനെ തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഊർജം ഈ പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഗുരു, ഇത് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശ്രമമാണ്. ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഗുരുവാണ്. ഇത് ഇവരെ പോലുള്ള ആൾക്കാർ പൈശാചികത്വത്തിൻ്റെ വക്താക്കളായിട്ട് വന്ന് പൈശാചാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഗുരുവിനെ വിശ്വസിക്കുന്നവരാണ്. ഗുരുവിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് നമ്മളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗുരു നമുക്ക് ഏത് സ്വഭാവത്തിൽ, ഗുരു ശരീരം ഉപേക്ഷിച്ചാൽ പോലും നമുക്ക് ആ ദൈവപ്രകാശത്തിൽ നിന്ന്, ഗുരുപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾക്കനുസരിച്ചാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്ത് ശിഷ്യഭൂജിത ഇവിടെ ഇരിക്കുന്നതും മറ്റ് വ്യക്തിത്വങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം
നിയന്ത്രിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഗുരു മാത്രമാണ്. ഈ സ്ഥലത്ത് നിന്ന് തെറ്റിക്കാൻ പറ്റില്ല. ഇത് ആ രീതിയിൽ ശുദ്ധമാക്കി എടുത്ത ഒരു പ്രകൃതിയാണ്. ഇവിടെ ആർക്കും നിന്ന് തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഗുരുവിൻ്റെ വാക്കാണ്. പിന്നെ അജ്ഞതയും അറിവില്ലായ്മയും എല്ലാം ഗുരു എക്കാലത്തും ക്ഷമിച്ചിട്ടുണ്ട്. അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും ഭാഗമായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികളിൽ നിന്ന് വരുന്ന കുറവുകളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഈ സ്ഥലത്ത് നിന്ന് മനഃപൂർവ്വം ആർക്കും ഒന്നും തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഗുരുവാക്കാണ്. ആ ഗുരുവാക്കിന് വിരുദ്ധമായിട്ട് ആർക്കും പ്രവർത്തിക്കാൻ കഴിയേയില്ല. നമ്മൾ ആ വാക്കിനെയാണ് വിശ്വസിക്കുന്നത്. അല്ലാത്ത ഈ അന്ധന്മാരായിട്ടുള്ള ഇവർ വന്ന് പിശാചിനെ വിശ്വസിക്കുന്ന ഇവരുടെ വാക്കുകളല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ഗുരുവിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ വാക്കിന് വിശ്വസിച്ച് ജീവിക്കുന്ന ഈ ആശ്രമത്തിലെ ഒരു കാര്യത്തിലും ആരും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇത് അന്തിമമാണ്. ഇതേപോലുള്ള ആൾക്കാർ ഇനി ഏത് ബുദ്ധിമാനും എന്ത് വക്താവും ഇപ്പോൾ രഞ്ജമ്മാമനോ കണ്ണമ്മാമനോ ആരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവരുടെ തെളിച്ചത്തിലുള്ള കാര്യങ്ങളല്ല വേണ്ടത്. അവർ ബുദ്ധിമാന്മാർ തന്നെ, അതൊക്കെ സമ്മതിക്കുന്നു. അനുഭവ തലത്തിൽ ഒരു മെഴുകുതി ഒരു ചന്ദനത്തിരിയുടെയെങ്കിലും വെളിച്ചം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ചന്ദനത്തിരിയുടെയെങ്കിലും വെളിച്ചത്തിന് ഉയർന്ന് ദൈവത്തിൽ നിന്ന് വാക്കുകൾ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരൊന്ന് സംസാരിക്കട്ടെ. അല്ലാതെ ഈ അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള സ്ഥലങ്ങളല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗുരുവാക്കനുസരിച്ചാണ്, ഗുരുപ്രകാശത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ഗുരു തിരുത്തി പറയുന്നുമുണ്ട്. ഓരോ കാര്യങ്ങൾ ഗുരു തിരുത്തി അറിയിക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനപ്പുറമായിട്ടൊന്നുമില്ല. ഈ ആശ്രമം ഇത് ഗുരുവിൻ്റെ ആശ്രമമാണ്. ഇവിടെ ഗുരുവിനെ വിശ്വസിക്കുന്നവർക്ക് ഇവിടെ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. അത് അന്തിമമാണ്. ഇനി ഇതേപോലുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതേപോലുള്ള വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് അത്ര വ്യാകുലപ്പെടേണ്ട ഒരു അറിവുമില്ല, അവകാശമില്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ അരബിന്ദോ ആശ്രമത്തിൻ്റെ ആ ഒരു പർപ്പസ് അവിടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് അതവിടെ തീർന്നത്. അത് അവിടെ തീരേണ്ടതാണ്. അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ആ സത്യത്തിൻ്റെ വഴിയെല്ലാം നമ്മുടെ ഗുരുവിൻ്റെ ആശ്രമത്തിലൂടെയാണ് പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ബുദ്ധ ഭഗവാൻ പറഞ്ഞിരുന്ന ആ കൾമിനേഷൻ ഗുരുവിൻ്റെ ആശ്രമത്തിലൂടെ, അതുപോലെ ഒരുപാട് ഗുരുക്കന്മാരുടെ ഒരു സ്വപ്നമായിരുന്ന, ഇപ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമ ഭഗവാൻ ഉൾപ്പെടെ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ എത്ര മഹാന്മാരുടെ ദർശനത്തിലെ ആവിഷ്കരിച്ച ഒരു സത്യമാണ് ഈ ഗുരു പരമ്പരയിലൂടെ നടക്കുന്നത്. അത് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. എത്രയോ മഹാന്മാരായ ഗുരുക്കന്മാരുടെ സങ്കല്പത്തിലുള്ള ഒരു സങ്കല്പത്തിലുള്ള ഒരു ആശ്രമ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെ തെറ്റിയെന്ന് ഇവരെ പോലുള്ളവർക്ക് ഇതുപോലുള്ള ഗുരുക്കന്മാരെയോ മറ്റ് ദർശനങ്ങളെയോ അല്ലെങ്കിൽ ഒന്നിനെയും മാന്യതയില്ലാത്തതുകൊണ്ടാണ് ഇവരെ പോലുള്ളൊരു സാധാരണ ലെവലിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇത്രയും മഹാന്മാരുടെ, നമ്മുടെ ഗുരുവിൻ്റെ എല്ലാവരുടെയും ദർശനത്തെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് ഒന്നിനെയും വിശ്വാസമില്ലാത്ത ഇവർ ആക്ച്വലി നിരീശ്വരവാദികളാണെന്ന് തോന്നുന്നു. ദൈവത്തിലോ ഈശ്വരനിലോ ഒന്നും അല്ല വിശ്വാസം. അവർക്ക് പിശാചിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് വിശ്വാസം. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മനുഷ്യരാണ് ഇവർ. പിന്നീട് റെബേക്ക എന്ന് പറയുന്ന സ്ത്രീ ഗുരുവിൻ്റെ റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് ആശയോട് ഒരുക്കെ ശിഷ്യപൂജയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചപ്പോൾ, ശിഷ്യപൂജയ്ക്ക് ദർശനം തെറ്റുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ ആശ അപ്പം തന്നെ വിഷമിച്ച് ഓടിച്ചെന്ന് ഗുരുവിൻ്റെ റൂമിൽ ചെന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ ഇതാ ഇങ്ങനെ പറയുന്നു, ശിഷ്യപൂജയ്ക്ക് തെറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരു ആശയോട് നേരിട്ട് പറഞ്ഞതാണ്, അമൃതയ്ക്ക് തെറ്റില്ല. ഇതും ഗുരുവിൻ്റെ വാക്കാണ്. അപ്പം നമ്മൾ ഗുരുവിൻ്റെ വാക്കിനെ വിശ്വസിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലാതെ ഗുരുവിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത അലവലാദികളുടെ വാക്കുകൾ കേട്ടിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞു, അവളെ പോലെയുള്ളവർ പറയുന്നത് റെബേക്ക എന്ന് പറഞ്ഞു. ഗുരു ദേഷ്യപ്പെടുകയാണ് ചെയ്ത, മുഖം ചുമന്ന് കണ്ണെല്ലാം ഇങ്ങനെ തിളങ്ങുന്നത് ഞാൻ കണ്ടു. റെബേക്ക എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവൾ അങ്ങനെയെല്ലാം പറയും, അതുപോലെയുള്ളവർ പലതും പറയും, മോൾ അതൊന്നും കേൾക്കരുത്. എന്നിട്ട് അമൃതയ്ക്ക് തെറ്റില്ല, ഗുരുവല്ലേ ഉള്ളത് എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് അന്നത്തോടു കൂടി അതെനിക്ക് എൻ്റെ മനസ്സിലത് ഉറച്ച ഒരു സത്യമാണ്. അത് ഞാൻ എല്ലാവരോടും പറയുക. അപ്പോൾ ഗുരുവല്ലേ ഉള്ളത്, ആ വാക്ക്, ആ ഒരു വാക്കിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മളെല്ലാവരും ആ വാക്ക് ഗുരുവല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇദ്ദേഹം പല വ്യക്തികളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന കാര്യം, ഇപ്പോൾ അദ്ദേഹം പല വ്യക്തികളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് വ്യക്തികളെ കൊണ്ട് എനിക്ക് സംസാരിപ്പിക്കാം. പക്ഷേ ഞാൻ നേരിടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളും എവരുടെ ചാനൽ കാണുന്നവരല്ല. ഇനി എവരുടെ ചാനൽ കാണുന്നവരാകട്ടെ, അത് കാണുന്നുണ്ടെന്ന് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവർക്കത് കാണുന്നു എന്ന് പറയുന്ന പോലെ അവർക്ക് നാണക്കേടാണ്. അവർ പറയുന്നത്, അയ്യോ നമ്മുടെ പേര് പറയല്ലേ എന്നാണ് ആൾക്കാർ പറയുന്നത്.
എൻ്റെ അടുത്ത് വന്ന് ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും എൻ്റെ പേര് പുറത്ത് പറയല്ലേ എന്നാണ് അവർ പറയുന്നത്. കാര്യം അവരുടെ ഈ ചാനൽ കാണുന്ന അവർക്ക് നാണക്കേടാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരെ കൊണ്ട് എങ്ങനെ സംസാരിപ്പിക്കും? പിന്നെ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ വളരെ സഭ്യമായിട്ടുള്ള, അറിവുള്ള, പക്വതയുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ പരസ്യമായിട്ട് വന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ടൈപ്പല്ല. എത്ര തെറ്റുള്ളവരും എത്ര നീചന്മാരും എത്ര മോശമായാലും ഇങ്ങനെ പരസ്യമായിട്ട് മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ കുറ്റവും തെറ്റും ഒക്കെ പറയുന്ന ആധ്യാത്മികമായിട്ട് വലിയൊരു അപജയമാണ് എന്ന് മനസ്സിലാക്കി, ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ ധാർമ്മികമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പം അവരിങ്ങനെ വന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് എനിക്ക് ഇതേപോലെ സംസാരിപ്പിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ ഈ ആളെ കൂട്ടുന്നത് ധൈര്യമില്ലാത്തവരാണ്. തനിക്ക് ഒറ്റയ്ക്ക് നട്ടലോട് നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഇങ്ങനെ ആളുകളെ കൂട്ടുന്നത്. കാര്യം ആളുകളും കൂടെ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, തനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, താൻ പറയുന്ന കാര്യങ്ങളിൽ തനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള ഒരുപാട് പേരെ കൊണ്ടത് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് താൻ പറയുന്നതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ലോകം മൊത്തം എതിർത്താലും അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ആളെ കൂട്ടി ഇപ്പം ഇത് മറ്റുള്ളവരെ അധിക്ഷേപിപ്പിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ ആ സംസാരത്തിൻ്റെ തീക്ഷ്ണതയിൽ നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്ന, അല്ലെ ദേഷ്യപ്പെടരുത് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാനിത് സംസാരിച്ചത്. പക്ഷേ ഗുരുവിൻ്റെ ആ കാര്യം പറയുമ്പോൾ നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം ഇത്രയ്ക്ക് ഇതിനെ നശിപ്പിക്കുന്ന ഈ ശക്തികളോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു പോവുകയാണ്. പിന്നെ ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ അവരാ കോയിനിലൊരു ട്രയാങ്കിൾ ഷേപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് ആ ട്രയാങ്കിൾ ഷേപ്പ് ശ്രീ പറഞ്ഞല്ലോ അത് ത്രിമൂർത്തി സമ്പ്രദായമാണെന്ന് പറഞ്ഞതിന് ഇനി അവരൊന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ശ്രീ എന്ത് പറയുന്നു? രാജേഷ് നേതാജി ഇത് കേട്ടിട്ട് രാജേഷ് നേതാജി ഇനി വായിൽ വരുന്നൊക്കെ വിളിച്ചങ്ങ് പറയുന്നു. അപ്പൊ രാജേഷ് നേതാജിക്ക് എന്താണ്, ഇതെന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചതുപോലെ, എന്തോ എനിക്ക് തെറ്റ് പറ്റി, അത് പുള്ളി അങ്ങ് കണ്ടുപിടിച്ചു, അത് പറഞ്ഞിട്ടും പുള്ളിക്ക് തൃപ്തിയാവുന്നില്ല. അപ്പൊ എന്താണ്, പുള്ളിക്കാരൻ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പുള്ളി ഏതൊക്കെയോ പുസ്തകങ്ങളിൽ ഈ യോഗ, താന്ത്രിക, മറ്റ് പുസ്തകങ്ങളിലൊക്കെ വായിച്ചും കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങൾ. അപ്പം ഈ കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങൾ എനിക്കറിഞ്ഞൂടെ? എന്താ ഈ താന്ത്രിക വിദ്യയിലെ ട്രയാങ്കിൾ എന്താണ്, അല്ലെങ്കിൽ ഈ കുണ്ടലിനി യോഗയിലും അല്ലെങ്കിൽ യോഗ ശാസ്ത്രങ്ങളിലൊക്കെ ഈ ട്രയാങ്കിളും ഈ റെഡ് കളറായിട്ടുള്ള ട്രയാങ്കിൾ, മൂലാധാര ചക്രം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ ഈ പുസ്തകങ്ങളിൽ വായിച്ചതിനെല്ലാം മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പുതിയതായിട്ടൊന്ന് ചിന്തിച്ചു. കാരണം നമ്മുടെ ആശ്രമത്തിൽ, ഞാൻ അതിന് ചിന്തിക്കാനുള്ള കാരണം, നമ്മുടെ ആശ്രമത്തിൽ ഒന്നും ഇതുവരെയുള്ള താന്ത്രിക മാന്ത്രിക വിദ്യകളിലും മറ്റ് സെക്റ്റുകളും യോഗ സമ്പ്രദായങ്ങളും ഒന്നും ഫോളോ ചെയ്യുന്ന ഒരു രീതിയിലല്ല. നമ്മുടെ ആശ്രമത്തിൽ ദർശനത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദർശനത്തിൽ കിട്ടുന്ന കാര്യങ്ങൾക്ക് എല്ലാം വിശദീകരണങ്ങൾ കൊടുത്തെന്ന് വരില്ല. ദർശനത്തിൽ ഒരു സിംബോളിക്കായിട്ട് പ്രകാശ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സൂക്ഷിക്കൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് മാത്രമേ അറിയിപ്പുണ്ടാവൂ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു ഗുരുവായിരിക്കും ചിലപ്പോൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഗുരുവിനോട് അത് ചോദിച്ചില്ല, ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിശദീകരണം പറയുന്നത്, കാര്യം വിശ്വാസ സ്വഭാവത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ ആ ചെയ്യുന്ന കാര്യത്തിനാണ് പ്രസക്തി, അല്ലാതെ അതിനകത്തുള്ള എലമെൻറ്റിനല്ല. അത് വിശ്വാസ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നവർക്കേ അറിയാവൂ. അത് എന്തൊക്കെ ശാസ്ത്രീയമായി, ഇപ്പോൾ വളരെ ശാസ്ത്രീയമായ ഒരു തലത്തിലാണ് നമ്മൾ എല്ലാ കാര്യത്തിനും വിശദീകരണം കൊടുക്കുന്നത്. പക്ഷേ വിശ്വാസ സ്വഭാവത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഗോപ്യമായി ചെയ്യുന്നതിലാണ് അതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നത്. അത് എത്രത്തോളം നമ്മൾ അതിനെ സീക്രസി ഒളിച്ചു വയ്ക്കുന്നു, എത്രത്തോളം വിശദീകരിക്കുന്നു, അത്രത്തോളം അതിന് ഫലമില്ലാതാവും. അപ്പോൾ നമ്മൾ ഇതിനൊന്നും വിശദീകരിക്കാൻ മെനക്കെടാതെ ഇതൊരു വിശ്വാസ സ്വഭാവത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ പ്രയോജനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇതിനെ വിശദീകരിച്ചത്? ഈ ഇവർ പറയുന്ന യോഗ സമ്പ്രദായങ്ങളും താന്ത്രികവും മാന്ത്രികവും ഇവിടെയുള്ള സകലതും ത്രിമൂർത്തി സമ്പ്രദായത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ നിലനിൽക്കുന്ന സകലതും ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് അറിയപ്പെട്ടിട്ടുള്ള എല്ലാം അത് 25 ചതുർയുഗങ്ങളായി പരിണമിച്ച് വന്ന, അപ്പോൾ ആ തെറ്റിന് ശേഷം 3 ചതുർയുഗങ്ങൾക്ക് ശേഷം ഉണ്ടായി വന്ന ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നതാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും യോഗങ്ങളും വിദ്യകളും തന്ത്രവും മന്ത്രവും എല്ലാം ഇതിൻ്റെ കീഴിൽപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ മൂലാധാര ചക്രത്തിലെ ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ പിന്നെ സൃഷ്ടിയുടെ മൂലമായിട്ടുള്ള ഈ കാര്യത്തിനെ, അല്ലെങ്കിൽ ത്രിമൂർത്തി സമ്പ്രദായത്തിലും ഈ ട്രയാങ്കിളുടെ ഭാഗം, ഇപ്പോൾ ത്രിപുടി, ജാഗ്രൽ, സ്വപ്ന, സുഷുപ്തി എല്ലാം 3ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഈ 3ആയിട്ടിരിക്കുന്ന എല്ലാത്തിലും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായിട്ടുള്ള ഈ എലമെൻറ്റ് അവരിങ്ങനെ മൂർത്തികൾ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ അണുവിലും ഓരോ കാര്യങ്ങളിലും ഈ ഒരു എലമെൻറ്റിൻ്റെ ഒരു സങ്കല്പം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈ സങ്കല്പത്തിൽ നിന്നാണ് ഇവരുടെ ചിന്തയും പ്രവൃത്തിയും ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി, ഈ രാജേഷ് നേതാജിയുടെ മനസ്സും ബുദ്ധിയും എല്ലാം ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവബോധം മാത്രമാണ് ഇതിൽ നിന്ന് അതിവർത്തിച്ച് ദൈവത്തിൻ്റെ അംശമായിട്ട് നിൽക്കുന്നത്. ജീവബോധത്തിൽ അയാൾക്ക് ബോധമില്ല.
ജീവബോധത്തിന്റെ തലത്തിൽ അയാൾക്ക് ബോധം ഉണർന്നിട്ടില്ല. അയാളുടെ ജാഗ്രൽ സ്വപ്ന സുഷുപ്തി ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിന്റെ ഭാഗം തന്നെയാണ്. അയാളുടെ ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയിലെ എല്ലാ ബുദ്ധിയും മനസ്സും ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിനകത്ത് തന്നെ നിൽക്കത്തക്ക രീതിയിലുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രിമൂർത്തി സമ്പ്രദായത്തിനെ അതിവർത്തിക്കുന്ന ഒരു വിശ്വാസത്തിൽ, അതിവർത്തിക്കുന്ന ഒരു ഗുരുമാർഗത്തിൽ അതിൽ വിശ്വസിച്ചു പോകാൻ ഈ പറയുന്ന ആരുടെയും മനസ്സിനെ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ ത്രിമൂർത്തി സമ്പ്രദായം. ഈ ത്രിമൂർത്തി സമ്പ്രദായം എന്ന് പറയുന്ന മെൻ്റൽ പ്രോഗ്രാം ഇവിടെ നിലനിൽക്കുന്ന എല്ലാ യോഗ, മാന്ത്രിക, താന്ത്രിക എല്ലാ സിസ്റ്റങ്ങളിലൂടെയും മതസ്വഭാവത്തിലൂടെയും ഇതിനെ അതിവർത്തിച്ചു പോകാൻ ഒരു കുഞ്ഞിനെയും സമ്മതിക്കില്ല. ഇത് ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും പരിണമിച്ച് വ്യാപിച്ച് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇതിനകത്തുനിന്ന് ആരെയും മോചിപ്പിക്കാൻ കഴിയില്ല. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവബോധത്തിൻ്റെ തലത്തിൽ ഇയാൾ ഉണർന്നിട്ടില്ല. ഇപ്പം ഇയാൾ ജീവബോധത്തിൻ്റെ തലത്തിൽ ഉണർന്നെങ്കിൽ എൻ്റെ കൂടെ നിന്നനെ, അയാൾ എൻ്റെ സുഹൃത്തായിരുന്നേ. കാര്യം ഞാൻ പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധമായേനെ. അപ്പോൾ അദ്ദേഹം മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അയാളുടെ മനസ്സ് അയാൾക്ക് കണ്ടതും കേട്ടതും പഠിച്ചതും ജീവിച്ചതും പാരമ്പര്യവും പിതൃക്കളും അയാളുടെ സകല അനുഭവങ്ങളും ഇതിനു വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാനസിക പാറ്റേണിൽ ഗുരുമാർഗത്തെയും കൂടെ അവർക്ക് ആരാധിക്കാൻ ആക്കി മാറ്റണം. അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവരുടെ മാനസിക പാറ്റേണിൽ എല്ലാത്തിനെയും ആക്കണം. എല്ലാ ബുദ്ധന്മാരും എല്ലാ ഗുരുക്കന്മാരും വന്നു പോകുമ്പോൾ ഈ പരമ്പരയിലുള്ളവർ ഇങ്ങനെ അങ്ങ് ആരാധനാ സ്വഭാവമാക്കി മാറ്റാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാര്യം ഗുരു ഉണ്ടെങ്കിൽ ഗുരു ബോധപ്രകാശമായിട്ടിരിക്കുന്ന വാതിലാണ്. അത് അഹന്തയുടെ നാശമാണ്, ബോധത്തിലേക്ക് ഉണരുന്ന വഴിയാണ്, പ്രകാശത്തിലേക്കുള്ള പാതയാണ്. അപ്പോൾ ഗുരുമാർഗങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് ഈ ആരാധനാ സ്വഭാവമാക്കി സങ്കല്പമാക്കി വെക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഈ നിങ്ങളുടെ യോഗ, മാന്ത്രിക, താന്ത്രിക മറ്റു കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ടാണോ? ഞാനത് വ്യത്യസ്തമായിട്ട് വിശദീകരിച്ച് തന്നെയാണ് ഞാൻ പറയുന്നു. അത് ത്രിമൂർത്തി സമ്പ്രദായത്തിനെ ഉൾവഹിച്ച് നിൽക്കുന്ന ബ്രഹ്മസങ്കല്പം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞ കോയിൻ തന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ വീട്ടിൽ വെച്ചതെന്ന് ഞാൻ പറയുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് തന്നെ സത്യം. എന്തിനും ഇവിടെ നിലനിൽക്കുന്ന മറ്റ് താന്ത്രിക, മാന്ത്രിക സമ്പ്രദായങ്ങളെ ഞാൻ വിശ്വസിക്കണം? ഞാൻ എൻ്റെ ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് ഗുരുവിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാവുന്ന ആ സത്യത്തിനെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതേപോലുള്ള ഡിവൈസുകൾ എന്തിനു വെക്കണം, എന്തിന് അതുകൊണ്ട് എങ്ങനെ നമ്മൾ ഉയരണം, എങ്ങനെ നമുക്ക് ചില വിശ്വാസങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളെ രക്ഷിക്കുന്നു, നമുക്കൊരു ഉറപ്പ് നൽകുന്നു, നമ്മളെ ഇതിലൊക്കെ പിടിച്ചു നിർത്തുന്നു എന്നുള്ള ഒരു വിശ്വാസ സ്വഭാവത്തിലുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചു. പിന്നെ ഇയാൾ പറയുന്നു ഞാൻ വിശ്വാസി അല്ല. ഞാൻ പറഞ്ഞു ഇത് ഇയാൾ ഏത് സ്ഥലം കൊണ്ടാണ് കേൾക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. അതുപോലെ ഭൂതപ്രേത പിശാചുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ട്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഇവരൊക്കെ എവിടം കൊണ്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്? കാള പെറ്റെന്ന് പറയുമ്പോൾ കയറെടുത്തുകൊണ്ട് വിശദീകരണങ്ങളുമായിട്ട് ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ ഒന്നും നെഗറ്റീവ് ശക്തികളുടെ പവറിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ പോസിറ്റീവ് ശക്തികളുടെ പവറിലാണ് വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗുരു ഒരിക്കൽ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്തതല്ല, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എല്ലാം വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒന്നും വിശ്വസിക്കരുത്, എല്ലാത്തിനെയും നിഷേധിക്കുക. അതിനുശേഷം അങ്ങനെ നിഷേധിക്കുമ്പോൾ എന്താണ്? അവനവൻ്റെ ആത്മവിശ്വാസത്തിൽ പോവുക. അവനവൻ്റെ ആത്മവിശ്വാസത്തിൽ പോകുമ്പോൾ ദൈവം കരുണാമയനാണ്. ആത്മവിശ്വാസത്തിൽ പോകുന്നവനെ ദൈവം രക്ഷിക്കുമെന്നുള്ളതാണ്. ദൈവപ്രകാശം എല്ലാ മാനസിക വിശ്വാസ തലങ്ങൾക്കും അപ്പുറമായതുകൊണ്ട് ദൈവം ആത്മവിശ്വാസത്തിൽ പോകുന്നവനെ രക്ഷിക്കും. പക്ഷേ വിശ്വാസത്തിൽ പോകുന്നവൻ അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രോഗ്രാമിനനുസരിച്ചുകൊണ്ട് അതിൻ്റേതായ ഫലവും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവരൊക്കെ ഈ ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ച് ഇങ്ങനെ ചുമ്മാ വർണ്ണിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് മെഡിറ്റേറ്റീവ് ചെയ്ത് നോക്കി ഇതിനെക്കുറിച്ച് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഈ ദർശന സ്വഭാവത്തിൽ ചില മരണപ്പെട്ട വ്യക്തികളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി, അതിനെ കണ്ട്, അതിനെ ഗുരുനാമം ജപിച്ചുകൊണ്ട് ആ ജീവനെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന സങ്കല്പം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് ഈ പറയുന്ന ഇവർ പറയുന്ന പോലെ ഇതേപോലത്തെ ഭൂതപ്രേത പിശാചും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇവർ പറയുന്ന പോലെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഈ നെഗറ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ പവറിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്തിനാ അവരുടെ നെഗറ്റീവ് പവറിൽ? ഇവർക്ക് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് വിശ്വാസം. കൂടോത്രം, പിശാച്, ഭൂതപ്രേതം, അവർക്ക് ഗുരുവിൽ മാത്രം വിശ്വാസമില്ല. കാര്യം ഗുരുവിൻ്റെ ഈ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും, അതിനെ തെറ്റിക്കും, വഴിതെറ്റിക്കും, എല്ലാം ഗുരുവിൽ വിശ്വാസമില്ല. പക്ഷേ ഗുരുവിൻ്റെ താഴെയുള്ള പിശാചുക്കളിലും എല്ലാത്തിനും വിശ്വാസമാണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്ന ഇവർ ഏത് തരത്തിലുള്ള മാനസിക സങ്കല്പത്തിൻ്റെ ഭാഗമാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. ഗുരുവിൽ വിശ്വാസമില്ല, ബാക്കി എല്ലാത്തിനും വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളിൽ വിശ്വാസമില്ല. ഞാൻ ഇതൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്. ഇത് അതാതിൻ്റെ തലത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു മാനസിക സങ്കല്പമായി ഈ മാനസിക സങ്കല്പങ്ങളെ അതിവർത്തിക്കുന്ന ഒരു സ്റ്റേജ് എന്താണ്, അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേപോലുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ ഇത്തരക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണ്. ഇതേപോലുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ പല പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തി, ഓഷോ. ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഭയമാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ മനസ്സിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നവരാണ്. അവർ മനസ്സിലാക്കിയ ഒരു അറിവിൽ ഗുരുവിനെ ആയാലും അവരുടേതായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ട് മറ്റു ഗുരുക്കന്മാർ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പുസ്തകം വായിക്കാറില്ല. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഈ വിശ്വാസ സ്വഭാവത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല, ഓപ്പൺ മൈൻഡുമായിട്ട് അന്വേഷിക്കുന്ന ഒരു സ്വഭാവത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്വേഷിച്ച്, കാര്യം നമ്മൾ നിഷേധിക്കുന്നില്ല, അന്വേഷിച്ച് കണ്ടെത്തി വിശ്വസിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടെത്തി വിശ്വസിക്കുന്നിട്ട്, എന്നിട്ട് ഞാൻ കാണാത്ത കാര്യങ്ങൾക്ക് മുന്നിൽ ഞാൻ ഓപ്പൺ മൈൻഡുമായിട്ടിരിക്കുന്നു. ഞാൻ ഇതുവരെ കാണാത്ത കാര്യങ്ങൾക്ക് ഞാൻ മനസ്സ് തുറന്നു വച്ചിരിക്കുന്നു. അതാണ് ബുദ്ധ ഭഗവാനൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ ഓപ്പൺ മൈൻഡുമായിട്ടിരിക്കൂ, നിങ്ങൾ നിഷേധിക്കുകയും വേണ്ട. അപ്പോൾ ഒന്നുകിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക. മനസ്സിൻ്റെ തലത്തിലുള്ളവർക്ക് ഇതേ അറിയാവൂ. പക്ഷേ ബോധത്തിൻ്റെ തലത്തിലുള്ളവർക്ക് മാത്രമേ ഈ ഓപ്പൺ മൈൻഡായിട്ടിരിക്കാൻ അറിയാവൂ. ഇവർക്ക് രണ്ടിലൊന്നേ അറിയാവൂ. അപ്പോൾ ഓപ്പൺ മൈൻഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് സത്യം, അതാണ് ശാസ്ത്രീയമായ മനസ്ഥിതി. ഇപ്പം ശാസ്ത്രത്തിൽ നമ്മളൊരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അന്വേഷണം ഇല്ല. ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിക്കുന്നതല്ലേ കണ്ടെത്തൂ. അപ്പം നമ്മൾ ഓപ്പൺ മൈൻഡായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഒരു വിശ്വാസവും നമുക്കില്ല. നമ്മൾ എന്താണ് എന്നും പറഞ്ഞിങ്ങനെ നോക്കുന്നു. അതാണ് ഓപ്പൺ മൈൻഡ്. അപ്പോൾ ലോകത്തിൽ വന്നിട്ടുള്ള ഇതുവരെയുള്ള ഗുരുക്കന്മാരെല്ലാം എന്താണെന്നുള്ള ഓപ്പൺ മൈൻഡിലേ നിന്നിട്ടുള്ളൂ. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസ സ്വഭാവത്തിലുള്ള വ്യക്തികൾ വിശ്വസിക്കുന്നു. പക്ഷെ വിശ്വസിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നെങ്കിൽ അവരതിനെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ മുക്തിയെന്നും മോചനമെന്നും സത്യമെന്നും ഇവരെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാക്ഷാത്കരിക്കുന്ന അതിനെ ആയിരിക്കും. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഗുരുവിനെ വിശ്വസിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്ന എന്തിനാണ്? ഒരു ഗുരു മേമ്പടിയായിട്ട് ഒരുപാട് ലോക വിവരങ്ങളും ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്സും ഇതെല്ലാം പറയുന്ന എന്തിനാണ്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഗുരുവിനെ നിങ്ങൾ വിശ്വസിക്കൂ. ആ ഗുരു നിങ്ങളെ സത്യം, കാര്യം ഗുരുവാണ്, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം, ഗുരുവാണ് വാതിലും ലക്ഷ്യവും മാർഗവും എല്ലാം ഗുരുവാണ്. അപ്പോൾ ഗുരുവിൽ വിശ്വസിക്കൂ. അല്ല നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക, നിങ്ങളുടെ മനസ്സിൽ വിശ്വസിച്ച ആശയം വിശ്വസിക്കുക, അതൊന്നും അല്ല. ഓപ്പൺ മൈൻഡായിട്ട് ഗുരുവിൽ വിശ്വസിക്കൂ. ഗുരുവിനെ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഗുരുവിനെ വിശ്വസിക്കുന്ന ആളാണ്. ഗുരുവിനെ എനിക്ക് കണ്ടപ്പോൾ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഗുരുവിനെ, നമ്മുടെ അന്തരംഗം, എല്ലാം അന്തരംഗങ്ങൾ നമ്മളെ അത് ഗുരുവിനെ വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ്. അപ്പോൾ അത് ശിഷ്യഭൂതയുടെ അടുത്തും വന്നപ്പോൾ ആ സ്നേഹം, ഗുരുവിനെ വിശ്വസിക്കുന്ന ആ സ്നേഹം എനിക്കുണ്ടായിരുന്നു. അവിടെ തന്നെ വീണ്ടും അനുഭവവശത്തൂടെ അത് തെളിഞ്ഞു വന്നപ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലായി. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഓപ്പൺ മൈൻഡായിട്ടിരിക്കുന്നു, നമ്മളത് അനുഭവിച്ച് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഭൂതപ്രേത പൈശാചിക പല പല കാര്യങ്ങളും, അതിൻ്റെ നെഗറ്റീവ് ശക്തികളും അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പവറും അതിൻ്റെ അവസ്ഥകളും, ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി വിശ്വസിച്ചു. അതിനെ തിരസ്കരിക്കുകയും ചെയ്തു. കാര്യം അതിൻ്റെ പവറുകൾ, കാര്യം അതെനിക്ക് വേണ്ടാത്തതാണ്, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്തിനാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നത്? ഇനി എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് വെച്ചാലും ഞാൻ അതിനെ വിശ്വസിക്കൂല. അപ്പോൾ എന്ത് പറ്റും? എനിക്ക് അതിൻ്റെ ദോഷമൊന്നും വരില്ല. ഞാൻ സൈക്കോളജിക്കലായിട്ട് ഇതേപോലത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളിലെയും വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആത്മബലം കൊണ്ട് നമ്മൾ ഇതിനെല്ലാം അതിവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാര്യം ആത്മബലത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവമല്ലേ, ആത്മാവിൻ്റെ പ്രകാശമായിട്ടിരിക്കുന്ന എല്ലാ ഊർജ്ജ സ്രോതസ്സായിരിക്കുന്ന ദൈവമല്ലേ. അപ്പോൾ ആ ദൈവത്തിനെ, ഗുരുവിനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ എന്ത് നെഗറ്റിവിറ്റി ബാധിക്കാനാ? ഗുരുവിനെ, അവൻ്റെ സകല ഊർജ്ജത്തിലും അവൻ ഗുരുവിനെ വിശ്വസിച്ച് അവൻ്റെ ആത്മാവിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് ആ ഗുരുവിൻ്റെ പ്രകാശത്തിൽ മുന്നോട്ട് ജീവിക്കുന്നവനെ എന്ത് നെഗറ്റിവിറ്റി അവനെ ബാധിക്കാനാ? അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലുള്ള എന്ത് കാര്യങ്ങൾ കൊണ്ടുവച്ചാലും ഞാൻ അതിനൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ ഗുരുവിനെ വിശ്വസിക്കുന്നത്. എൻ്റെ ഗുരുവിൻ്റെ പ്രകാശം കൊണ്ട് ഈ നെഗറ്റിവിറ്റി എല്ലാം, അന്ധകാരത്തിലാണല്ലോ നെഗറ്റിവിറ്റി പ്രവർത്തിക്കുന്നത്, ആ അന്ധകാരം മൊത്തം നീങ്ങും. അതുകൊണ്ട് എനിക്കിതിനെ ഭയമില്ല. അപ്പോൾ ഇത് എവിടം കൊണ്ടാണ് കേൾക്കുന്നത്? ഇതൊന്നും ഇല്ല, ഇതെല്ലാം മാനസിക തലത്തിലാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മാനസിക തലത്തിലുള്ള കാര്യം. ഈ ലൈഫ് എന്താണെന്ന് പോലും അറിഞ്ഞിടത്തെ അവന്മാർ ക്വാണ്ടം ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം തലത്തിൽ ഇറങ്ങിപ്പോയ ശാസ്ത്രീയമായിട്ട് പോലും ഈ ലൈഫ് എന്താണ്, മാനസിക തലത്തിൽ ഇത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ഇതെല്ലാം മനസ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള തലങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാനസികമായിട്ടുള്ള സൈക്കാട്രിക് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ സൂക്ഷ്മ ശക്തികളുടെ ഓരോ സൂക്ഷ്മമായ മണ്ഡലങ്ങളുണ്ട്. ആ സൂക്ഷ്മ മണ്ഡലങ്ങളിൽ നിന്ന് ഈ പലതരത്തിലുള്ള ശക്തികൾ വരുന്നതും അതുകൊണ്ടാണ് സൈക്കാട്രിക് സങ്കല്പം കൊണ്ടും സൈക്കാട്രിക് കമാൻഡ് കൊണ്ടും സൈക്കാട്രിക് ഉപദേശങ്ങൾ കൊണ്ടും ഇതിന് മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥൂലമായിട്ടുള്ള കാര്യം പോലെ കാണാത്തതുകൊണ്ടാണ് ഈ ഫിസിക്കലായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്കൊന്നും ഇത് മനസ്സിലാകാത്തതും. ഇത് ഒരു സൈക്കാട്രിക് മൈൻഡിൻ്റെ തലത്തിലുള്ള ശക്തിവിശേഷങ്ങളാണ്, മനസ്സിനെ സ്വാധീനിക്കുന്ന സൂക്ഷ്മ തലത്തിലുള്ള ശക്തിവിശേഷങ്ങളാണ്. അപ്പോൾ അതിന് സൂക്ഷ്മമായ ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യത്തിനെയാണ് ഞാൻ ആ രീതിയിൽ വിശദീകരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഈ വ്യക്തികൾക്കിത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്.
ഈ നമ്മൾ പറയുന്ന ഒരു തലത്തിൽ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ വായിക്കുമ്പോഴും ഇവർക്ക് ഭയമാണ്. മറ്റു ഗുരുക്കന്മാർ, ഞാനെന്ന് പറയുമ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി, ഓഷോ, അരബിന്ദോ, ഗുർജീഫ്, മെഹർ ബാബ, രമണ മഹർഷി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഗുരുക്കന്മാരതും വായിക്കുമ്പോഴും നമ്മളൊരു അന്വേഷണമാണ്. അതിനകത്തുനിന്ന് ഓരോ മനുഷ്യരും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ തലമുണ്ടല്ലോ. നമ്മൾ ആ തലത്തിൽ നിന്ന് അവരെന്ത് പറയുന്നു, അപ്പോൾ മനസ്സിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഈ ഗുരുമാർഗത്തിൽ, അതായത് ഞാൻ പറഞ്ഞത് ഈ ഗുരുമാർഗത്തിൽ ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, ഏതുമില്ലാതെ മുന്നേറാൻ എന്താണ് വഴി, അതാണ് നമ്മൾ റിസർച്ചായിട്ട് ഒരുപാട് ഗുരുമാർഗങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ മനസ്സിനെ ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിക്കാനും മനസ്സിനെ കളഞ്ഞുകൊണ്ട് വേണം ഭക്തിഭാവത്തിൽ ഗുരുവിനെ വിശ്വസിക്കാനും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അതൊക്കെ ഉപകരിച്ചു. അപ്പം മനസ്സിനെ നിരാകരിച്ചുകൊണ്ട്, സംശയങ്ങളെയും നെഗറ്റിവിറ്റികളെയും എല്ലാം നിരാകരിച്ചുകൊണ്ട് ഗുരുമാർഗത്തിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്ന് ഞാൻ അന്വേഷിച്ചതാണ്. അത് അന്വേഷിക്കാത്തവരെ സംബന്ധിച്ചാണ് ഈ സംശയങ്ങൾ ഉണ്ടായിപ്പോയത്. ആ രീതിയിൽ അന്വേഷിക്കാതെ തങ്ങളുടെ മനസ്സിൽ തോന്നിയ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ചവർക്കാണ് ഈ സംശയങ്ങൾ ഉണ്ടായത്. റിയലായിട്ട് അന്വേഷിക്കണമായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. മനസ്സിനെ എങ്ങനെ അതിവർത്തിക്കണം, അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന സംശയങ്ങളും സൈക്കാട്രിക് തലങ്ങളെയും സൂക്ഷ്മ ശക്തികളെയും നെഗറ്റിവിറ്റികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാതെ നമ്മളെങ്ങനെ മനസ്സിനെ, നമ്മുടെ ജീവനെ എങ്ങനെ ശുദ്ധീകരിച്ച് സ്വതന്ത്രമാക്കി വെക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ അന്വേഷിച്ചില്ല. അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം ഞാൻ എൻ്റെ മനസ്സ് വെച്ചുകൊണ്ട്, മറ്റു ഗുരുക്കന്മാരെ മനസ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് എൻ്റെ ആശയമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് വായിക്കുന്നതുകൊണ്ട് ഓപ്പൺ മൈൻഡാണ്. ഓപ്പൺ മൈൻഡായതുകൊണ്ട് എന്ത് കാര്യം വായിക്കുമ്പോഴും ഞാൻ ഇനിയിപ്പോൾ അവർ പറയുന്നതും എടുക്കൂല. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഹിസ്റ്ററിയുടെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം പിന്നെ പല കാര്യങ്ങളും വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, ഹിസ്റ്ററി എന്ന് പറഞ്ഞ് വായിക്കുന്നതൊന്നും വിശ്വസിക്കരുത്. നമ്മൾ ആ ഓഥറിൻ്റെ തലയിലുള്ള ഭ്രാന്തുകളും ഉണ്ടാവും അതിനകത്ത്. അപ്പം നമ്മൾ ആരെയും ഒന്നും വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ബോധം കൊണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് വായിക്കുന്നത്, ബോധം കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടും. എനിക്കത് അനുഭവവശത്തിൽ മനസ്സിലായി, എൻ്റെ അറിവിലും ജ്ഞാനത്തിലും തെളിച്ചമായി മാറുന്ന നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന മുഴുവനും എടുക്കില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ആ ബോധ സ്വഭാവത്തിൽ ഇത് വായിക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവർക്ക് ഭയമാണ്. മറ്റു ഗുരുക്കന്മാരെയൊക്കെ വായിക്കുമ്പോൾ എൻ്റെ അറിവ്, അവരുടെ അറിവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയമാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ തലത്തിലുള്ള ഭയം കാരണമാണ് ആക്ച്വലി ഇതിനെല്ലാം ഇവരെ എതിർക്കുന്നത്. അതേസമയം മനസ്സിൻ്റെ തലത്തിൽ നിന്ന് കുറച്ച് ഉയർന്ന ഒരു ബോധ തലത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവില്ല. കാര്യം നമുക്ക് ഇവരെന്താണെന്നും അവരെന്താണെന്നും ഇതെന്താണെന്നും എല്ലാം എന്താണെന്ന് അറിയാം. അപ്പം പിന്നെ നമ്മളെന്തിനാ ഭയക്കുന്നത്? അപ്പം ഈ പുസ്തകം വായിക്കുന്ന ശാസ്ത്രം എന്താണ്, മറ്റു ഗുരുക്കന്മാരെ വായിക്കുന്ന ശാസ്ത്രം എന്താണ്, മനസ്സിനെ എങ്ങനെ ക്ലീൻ ആക്കി വെക്കണം, ഓപ്പൺ മൈൻഡായിട്ട് വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു ശാസ്ത്രമാണ്. ഇതെല്ലാം മാനസിക തലത്തിലുള്ളൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായ രീതിയിൽ, ശരിയായ വിശ്വാസത്തിൽ, ശരിയായ രീതിയിൽ നമുക്ക് പരിണമിക്കാൻ പറ്റൂ. പിന്നെ ശ്രീ രാജേഷ് നേതാജിയും അങ്ങനെയുള്ളവരൊക്കെ ശ്രീ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. പൊട്ടനെന്നും ബുദ്ധിയില്ല, അറിവില്ലാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത്രയും പരിഹാസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രീ എന്ത് പറയുന്നു? ഇപ്പം നമ്മൾ ഈ മൈത്രേയനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മൈത്രേയൻ ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ വന്നിട്ട് അദ്ദേഹം ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതികളിലേക്ക് ഉയർന്നു വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ ബുദ്ധന്മാരെ എല്ലാം ഇഷ്ടമായിരുന്നു, ലോക ഗുരുക്കന്മാരെയൊക്കെ ഇഷ്ടപ്പെട്ട് അന്ധമായിട്ട് അദ്ദേഹം ബന്ധം. പക്ഷേ അദ്ദേഹത്തിന് ഈ ഇണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇണയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ളതുകൊണ്ട് ആധ്യാത്മികമായിട്ട് പുരോഗമിച്ച് ആ പൂർണ്ണമായ ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം ഈ ബുദ്ധന്മാരെ എല്ലാം തെറിവിളിക്കാൻ തുടങ്ങി. ഓഷോയെ തെറിവിളിക്കും, രമണ മഹർഷിയെ തെറിവിളിക്കും, ശ്രീനാരായണ ഗുരുവിനെ കളിയാക്കും, ബുദ്ധന് കളിയാക്കും, ശ്രീകൃഷ്ണനെ, അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരെയും അദ്ദേഹം ഇങ്ങനെ കളിയാക്കും, പരിഹസിച്ച് പുച്ഛിച്ചൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരു സമൂഹ മാധ്യമത്തിൽ. എന്നിട്ട് എല്ലാ മാന്യതയുള്ള വ്യക്തികളെയും പരിഹസിക്കും. ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇത് ആക്ച്വലി മനസ്സിൻ്റെ അകത്തുള്ള അപകർഷതാ ബോധവും അസൂയയുമാണ്. കാര്യം തനിക്ക് ഈ പറയുന്ന ഉയർന്ന തലത്തിലൊന്നും, അവർ പറയുന്ന തലത്തിലൊന്നും എത്താൻ കഴിഞ്ഞില്ല. താൻ അതിൽ പരാജയപ്പെട്ടു. ആ ആധ്യാത്മികമായ യാത്രയിൽ പരാജയപ്പെട്ടിട്ട് ബുദ്ധിപരമായ ഒരു തലം വരെ വികസിച്ചോളൂ. അപ്പോൾ ബുദ്ധിപരമായ ഒരു തലത്തിൽ വികസിച്ചപ്പോൾ എന്താണ്, ഇപ്പോൾ ബുദ്ധി ഇവിടെ നിൽക്കുന്നത്, തൻ്റെ ബുദ്ധിക്ക് താഴെയുള്ള കുറേ പേരെ ഭയങ്കര ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞ് ആകർഷിക്കാൻ പറ്റും. പക്ഷേ ഈ ബുദ്ധിക്ക് മുകളിലിരിക്കുന്ന ഈ ദൈവികമായ തലത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ബുദ്ധിക്ക് താഴെയുള്ളവരെ സംബന്ധിച്ച് വിശ്വാസികളായി ഇരിക്കുന്നവർക്കും ഈ ബുദ്ധിക്ക് മുകളിലുള്ള ദൈവികമായ തലം അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വിശ്വാസികളായിരിക്കുന്ന പലരും ഇയാൾ അവരുടെ മേളിലായതുകൊണ്ട് ഇയാൾ പറയുന്ന വിശ്വസിക്കും. പക്ഷേ ബുദ്ധിയുടെ മേളിലിരിക്കുന്ന ദൈവികമായ തലം ഈ വിശ്വാസി എന്ന് പറയുന്നവനും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തു പറ്റും? ആ ബുദ്ധിയുടെ മേളിലുള്ള തലത്തിലേക്ക് എത്താതെ
ബുദ്ധിയെ അതിവർത്തിക്കാതെ ആത്മജ്ഞാനം ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും പരിഹസിക്കുകയാണ്. തനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ എല്ലാവരെയും പരിഹസിക്കുകയാണ്. അവരോടുള്ള അസൂയയും ദേഷ്യവും അപഹർഷതാബോധവും കുറ്റങ്ങളും ഒക്കെയാണ് ഈ പരിഹസിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം. കിട്ടാത്ത മുന്തിരി പൊളിക്കും. അപ്പോൾ അതുപോലെ ഈ രാജേഷ് നേതാജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഞാൻ പറയുന്ന ഈ അനുഭവവശങ്ങളും മറ്റു കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ദേഷ്യവും അമർഷവും അസൂയയും എല്ലാം കൂടെ വെച്ച് എന്നെ ഇങ്ങനെ അപഹസിക്കുകയാണ്. പൊട്ടൻ, മറ്റവൻ, മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ അപഹസിക്കുകയാണ്. അത് അസൂയയാണ്, മനഃശാസ്ത്രപരമായിട്ടാണ്. പ്രവർത്തിക്കുന്നതിന് ഇങ്ങനത്തെ ഭാഷ പറയൂ? പറയില്ല. അപ്പൊ അതായത് മനഃശാസ്ത്രപരമായിട്ട് ഇപ്പോൾ എന്താണ്, ബോധത്തിൽ നിന്ന്, നമ്മുടെ ജീവബോധത്തിൽ നിന്ന് എല്ലാ നല്ല കാര്യങ്ങളെ വരും എല്ലാവരെ കുറിച്ചും. അപ്പം ജീവബോധത്തിൽ നിന്ന് ഈ നല്ല കാര്യങ്ങൾ വരുമ്പോൾ നല്ല മനസ്സുകളുള്ളവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും, അവരെ അംഗീകരിക്കാനും. ആ നല്ല മനസ്സിൽ നിന്ന് ആ ഒരു ടെൻഡൻസി വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നല്ല കാര്യങ്ങൾ പറയാനൊക്കെ തോന്നും. മോശം അസൂയയും കുശുമ്പും ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെ ഉള്ള മനസ്സിൽ വരുമ്പോൾ ഈ നല്ല ജീവനിൽ നിന്ന് വരുന്ന ഈ നല്ല ഇമ്പൾസ് നേരെ വിപരീതമായിരിക്കും. കുറ്റപ്പെടുത്തൽ, പരിഹസിക്കൽ, തെറിവിളിക്കൽ. കാര്യം അവർക്ക് ആ അസൂയയിലൂടെ അവൻ തുച്ഛനാണ്, താൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ, തൻ്റെ അറിവിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്ന അവൻ തുച്ഛനാണെന്ന് ആക്കി സമാധാനിക്കാനും അപ്പോൾ അവനൊരു ആശ്വാസം, താൻ അതിനേക്കാളും മേളിലാണ്. മറ്റേത് അവൻ്റെ ഉള്ളിൽ മനസ്സിൽ തോന്നുന്ന താൻ ഇനി അതിനേക്കാളും താഴെയാണോ എന്ന് തോന്നുമ്പോൾ അപകർഷതാബോധം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ വളരെ മെച്ചുറായൊരു വ്യക്തി നമ്മൾ പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ലെന്ന് വെച്ചോ, വളരെ മെച്ചുറായൊരു വ്യക്തി അയാൾ ഇഗ്നോർ ചെയ്യും. ഇപ്പം നമ്മൾ പറയുന്നതിനോടൊന്നും യോജിക്കാത്തൊരു വ്യക്തി മാറി നിന്ന് നമ്മളിങ്ങനെ പരിഹസിക്കാൻ നോക്കൂല, നമ്മളിങ്ങനെ ചീത്ത വിളിക്കാനും അധിക്ഷേപിക്കാനും പേഴ്സണൽ കാര്യങ്ങളെടുത്ത് പറയാനും ഒന്നും നോക്കൂല. അയാൾ ഇഗ്നോർ ചെയ്യും, മെച്ചുറായ വ്യക്തി. പിന്നെ നല്ല മനസ്സുള്ള നമ്മളുമായിട്ട് യോജിക്കുന്നവരോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നും കൊള്ളൂല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ നമ്മളെ ചുമ്മാ ഒന്ന് ഇങ്ങനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തലൊക്കെ ചെയ്യുന്ന ഈ അപഹർഷതാബോധത്തിൽ നിന്നാണ്, ഉള്ളിലുള്ള ചില നിരാശയിൽ നിന്നാണ്, ഫ്രസ്ട്രേഷനിൽ നിന്നാണ്. ഇതൊക്കെ മനഃശാസ്ത്രമാണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. ഇത് വ്യക്തമായ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോയി വായിച്ചാൽ ഇതിൻ്റെയൊക്കെ ഈ നിങ്ങൾ കാണിക്കുന്ന ഈ വൈകൃതങ്ങളുടെ എല്ലാം ചികിത്സ ആ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മെച്ചുറായിട്ട് പിന്നെ അഭിനയിച്ചെങ്കിലും നിങ്ങൾ ജീവിക്കും ഈ ലോകത്ത്. അതുകൊണ്ട് ദയവ് ഇത് സ്വയം മലർന്ന് നിന്ന് ഇങ്ങനെ തുപ്പരുത്. എന്നെ അപമാനിക്കുന്നതിലൂടെ അപമാനിതരാകുന്നത് നിങ്ങളാണ്. എന്നെ അപമാനിക്കുന്നതിലൂടെ അപമാനിതരാകുന്ന നിങ്ങളാണ്. പിന്നെ കുറേ വിവരമില്ലാത്തവരുടെ മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ഹീറോ ആവുമായിരിക്കും. അത് വിവരമില്ലാത്തവരുടെ മുമ്പ്. വിവരമുള്ള ആൾക്കാരുടെ മുമ്പ് അവർക്ക് മനസ്സിലാവും ഇതെന്താണെന്ന്. പിന്നെ നിങ്ങൾ ഈ കൊണ്ടുവന്ന് പറയുന്ന ഈ എന്നെക്കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ആരെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വല്ല പ്രൊഫസറോ ഡോക്ടറോ പിന്നെ വല്ല എന്തെങ്കിലും രീതിയിൽ സമൂഹത്തിൽ നിലയും വിലയുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന വ്യക്തികളിൽ? ഇത് ജീവിതത്തിൽ ഒന്നും ആകാത്ത, പരാജയപ്പെട്ട, നിരാശ ബാധിച്ച് ഫ്രസ്ട്രേഷനായി നെഗറ്റീവ് മൈൻഡിൽ എല്ലാ കുഴപ്പങ്ങളിലും കിടക്കുന്ന ആൾക്കാരാണല്ലോ ഈ കിടന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരല്ലേ ഇങ്ങനെ പറയൂ. നല്ല വിവേകമുള്ള ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? പിന്നെ ഇതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ വരുന്ന എന്തുകൊണ്ടാണ്? ഈ നെഗറ്റീവ് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട്. നെഗറ്റീവ് കാര്യങ്ങളിൽ ആശ്രമത്തിൽ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. നെഗറ്റീവായിട്ടുള്ള പിശാചിനെയും ത്രിമൂർത്തി സമ്പ്രദായത്തിനെയും മനസ്സിനെയും, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലുള്ള മനസ്സ് മൊത്തം ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അത് 7 തലമുറ വേണമെന്നാണ് പറഞ്ഞത് ഗുരുക്കന്മാർ. അതിനെ ശുദ്ധീകരിച്ച് ഇതിൻ്റെ വശത്തിലേക്ക് ആക്കി എടുക്കാൻ 7 തലമുറ വേണം. അല്ലെങ്കിൽ ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ മനസ്സിനെ ഉപേക്ഷിച്ചേ പറ്റൂ, ഈ മനസ്സുകൊണ്ട് പറ്റൂല എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം ഉണ്ടായി വരുന്നവരെ സമയമെടുക്കും. ഇപ്പോഴത്തെ മനസ്സ് പഴയ ഒരു മനസ്സിൻ്റെ ബാക്കിയാണ് എല്ലാവരുടേതും. അപ്പോൾ മനസ്സിനെ ഉപേക്ഷിക്കാതെ, മനസ്സിൻ്റെ ഈ സിസ്റ്റങ്ങളെ ഉപേക്ഷിക്കാതെ ഗുരുമാർഗത്തിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നതൊക്കെ മലർന്നു നിന്ന് തുപ്പുന്ന ഒരു കാര്യമാണ്. അത് അവനവൻ്റെ മുഖത്തേ വന്ന് വീഴൂ. രാജേഷ് നേതാജിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ മുമ്പ് കുറേ കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെല്ലാം കറക്റ്റ് മറുപടി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർ അടുത്ത വിഷയം പിടിക്കും. അപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വീണ്ടും വേറൊരു കാര്യം, അങ്ങനെ വീണ്ടും മറ്റു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു മാറിക്കൊന്ന് ഇങ്ങനെ തട്ടിക്കളിക്കും. കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ബോധവികാസത്തിൻ്റെ തലത്തിൽ നിന്ന് മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ വശത്ത് പരിണമിക്കേണ്ടത് എങ്ങനെ? അപ്പോൾ ഇതെല്ലാം ഗുരു ഇവിടെ ശ്രദ്ധാഭക്തിയോടെ എങ്ങനെ, കാര്യം ഗുരു സാധാരണക്കാരോടാണ് സംസാരിച്ച അന്നത്തെ തലത്തിൽ ശ്രദ്ധാഭക്തിയോടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ അഹന്തയെ ഇല്ലാതാക്കണം, എങ്ങനെ ഞാനെന്ന ഭാവം ഇല്ലാതാക്കണം, എങ്ങനെ എല്ലാവരെയും സ്നേഹിക്കണം, അക്സെപ്റ്റ് ചെയ്യണം, പൊറുക്കണം, ക്ഷമിക്കണം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീ ഗുരുദർശനത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം
അവര് വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താ ശ്രീക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഗുരുദർശനത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിമർശിച്ചത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും വിമർശിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈഫിൻ്റെ അടുത്തും ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അമ്മയിൽ നിന്നായാൽ പോലും ചില മിസ്റ്റേക്കുകൾ വന്നാൽ നമ്മൾ അത് വിമർശിച്ചുകൊണ്ടായാലും ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാര്യം അമ്മയെ സംബന്ധിച്ചായാലും അമ്മയുടെ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗത്തൊരു ക്ലാരിറ്റി പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ പ്രായം കൊണ്ട് എന്നേക്കാളും സീനിയർ ആണെങ്കിലും ഈ പറയുന്ന ചില കാര്യങ്ങളിൽ അമ്മയുടെ ഭാഗത്തു നിന്നും ചില മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും വിമർശിക്കുമ്പോഴും അതെല്ലാം സ്നേഹം കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ നടക്കണമെന്ന് പറയുന്നത് നമ്മൾ സ്നേഹം കൊണ്ടാണ്. പിന്നെ നമ്മൾ അങ്ങനെ വിമർശിച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ ഏത് രീതിയിൽ എടുത്തു എന്നും പറഞ്ഞ് അവരെ പിറകെ ശല്യം ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിലല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ഈ രീതിയിൽ വിമർശിക്കുന്ന പ്രായോഗികമായ വിമർശനം അത് നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വന്തമെന്ന് കരുതുമ്പോഴാണ് അങ്ങനെ വിമർശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യ താല്പര്യമുള്ള വ്യക്തികൾ ഇപ്പോൾ പ്രതിപക്ഷ ഭാഗത്ത് യഥാർത്ഥ പ്രതിപക്ഷമാണെങ്കിൽ രാജ്യ താല്പര്യത്തെ കരുതിയാണ് വിമർശിക്കുന്നത്. ആ ഭരണപക്ഷം നേരെ ആകാനും അതാണ് യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ. ഇന്നത്തെ കാലത്ത് അവർ അത് മിസ്യൂസ് ചെയ്യുന്നു. പക്ഷേ പ്രായോഗികമായ വിമർശനങ്ങളെല്ലാം നല്ലതാകാൻ വേണ്ടിയുള്ളൊരു ഉദ്ദേശത്തിലാണ്, അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ഇവരൊക്കെ സംസാരിക്കുന്ന ആ ഒരു രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഗുരുദർശനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു 60 വർഷത്തെ ചരിത്രത്തിൽ ഇന്ന് ഏറ്റവും അധികം തിരക്കുള്ള ഗുരുദർശനങ്ങളാണ്. ഏറ്റവും അധികം തിരക്കാണ് എന്ന് വെച്ചാൽ ഇന്ന് വരെ നമ്മുടെ ഒരു 60 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ ഗുരുദർശനത്തിന് വരുന്ന ആളുകളുടെ തിരക്ക് കൂടി ഇന്ന് ഏറ്റവും അധികം തിരക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ട് കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ ഈ ദൂരദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ വിശ്വാസ സ്വഭാവത്തിൽ ഗുരുദർശനത്തിൽ വരുന്ന എല്ലാവരെയും നമുക്ക് പരസ്പരം അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെങ്കിലും എല്ലാം നല്ല മുഖപരിചയമുള്ളവരാണ്. ഇന്ന് നമ്മൾ മുഖപരിചയമുള്ളവരെല്ലാം നമ്മുടെ ആശ്രമത്തിൻ്റെ പല ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ വരുന്ന പുതിയ വിശ്വാസ സ്വഭാവത്തിലുള്ള ആരും മുഖപരിചയം ഇല്ലാത്ത പുതിയ ആൾക്കാരാണ്. അത്രമാത്രം ജനങ്ങളാണ് ഗുരുദർശനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരക്കോടുകൂടി പെട്ടെന്ന് തീർത്തിട്ട് പോകാമെന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് ആ മാനസികാവസ്ഥ ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് തീർച്ചയായിട്ടും ഗുരുവിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്. എന്നാലും അവിടെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ പോയിട്ട് മറ്റെന്തെങ്കിലും ജോലി അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ജോലി ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് വരരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിൽക്കുന്ന വ്യക്തികൾ, ഞാനിപ്പോൾ എപ്പോഴും കുട്ടികളെയൊക്കെ വഴക്ക് പറയും, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ആ ജോലി കഴിഞ്ഞിട്ട് അവർ പോയി എന്തെങ്കിലും മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, ഇതാണ് പ്രധാനപ്പെട്ട ജോലി. ഈ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞിട്ട് അപ്രധാനമായ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പം ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കാര്യമാണിത് എന്ന് പറയുന്നത് പോലെ ഈ ഗുരുദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഫിനിഷ് ചെയ്തിട്ട് എങ്ങോട്ടോ പോകണമെന്ന് പലരും, ചിലരൊക്കെ, എല്ലാവരും അല്ല, ചിലരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് പോയിട്ട് വേറെ ഒന്നും ഇല്ല, നമുക്ക് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഗുരുവിൻ്റെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നോക്കണം, ഗുരുവിൻ്റെ ശാരീരികമായ ആരോഗ്യവും മറ്റു കാര്യങ്ങളും നോക്കണം. ഇത്രയും തിരക്കാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് എപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഓരോ വിശേഷ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിശേഷ ദിവസങ്ങളിലെല്ലാം നിയന്ത്രണാതീതമായ തിരക്കാണ്. നമ്മളെ സംബന്ധിച്ച് അത്രമാത്രം സമയമെടുത്ത് കഷ്ടപ്പെട്ട് ആണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഗുരുദർശനം യഥാർത്ഥത്തിൽ ഒരു ഉത്സവമായി മാറുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ ഒരു മീൻസ് ഉത്സവം എന്ന് പറയുമ്പോൾ അത്രമാത്രം ആനന്ദത്തിൻ്റെ ഒരു ആഹ്ലാദമായിട്ട് മാറണം, ആ സന്തോഷമായിട്ട് അതിനെ മാറ്റണം. അതിൽ തന്നെ ഗുരുദർശനത്തിന് ചില മനഃശാസ്ത്രങ്ങളുണ്ട്. പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ ഗുരുദർശനത്തിന് ഗുരുചരിത്രമുള്ളപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മളവിടെ ആദ്യം വന്നിരുത്തി ഒരു റൗണ്ട് സംസാരിച്ച് ഈ ഗുരുദർശനത്തിൻ്റെ മഹിമ, ഗുരു ആരാണ്, എന്താണ്, അത്രയ്ക്ക് ഡിവൈനാണെന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തി നമ്മൾ വന്ന് കഷ്ടപ്പെട്ട് ഇരുന്ന് കുറേ നേരം നിന്ന് തട്ടം പിടിച്ചുകൊണ്ട് നിന്ന് അവിടെ ചമ്രം പഠിച്ചിരുന്ന് അങ്ങനെ നമ്മുടെ നടു ഒടിഞ്ഞ് കഴച്ച് വിഷമിച്ച് ക്ഷീണിച്ച് അങ്ങേ അറ്റമായി നമ്മുടെ കർമ്മദോഷങ്ങളെല്ലാം അഴിഞ്ഞു പോയിട്ടാണ് അവസാനം ഗുരുവിൻ്റെ ആ വാതിലങ്ങ് തുറക്കുമ്പോൾ എന്തൊരാശ്വാസം, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവമേ എന്നൊരു വിളി അറിയാതെ വന്നു പോകും. അപ്പോൾ ആ ഒരു മനഃശാസ്ത്രത്തിൽ ഈ ഗുരുവിനെ ആ സ്വീകരിക്കാനുള്ളൊരു മനോനിലയിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ ഒരു മനഃശാസ്ത്രമാണ്. കാര്യം ഈ ഗുരുപ്രകാശം എന്ന് പറയുന്ന ആ ഒരു ഡിവൈൻ എനർജിയെ സ്വീകരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല നമ്മുടെ മനുഷ്യൻ്റെ ഒരു കോൺഷ്യസ്നെസ്. മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് പല വിധത്തിലുള്ള സംശയങ്ങൾ, പരാതികൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ കൊണ്ട് ഇതിനെ തട്ടിത്തെറിപ്പിച്ച് കളയും. ഇത്രയും സൂക്ഷ്മമായി പ്രകാശത്തെ ഉള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന രീതിയിലാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ ഈ മനസ്സിനെ ഒന്ന് ഏകീകൃതമാക്കി ലയിപ്പിച്ച് ഇതിൻ്റെ ചലനങ്ങളൊക്കെ ഒന്ന് നിശ്ചലമാക്കി
ഇതിനെ ഒന്ന് വിഷമിപ്പിച്ച് പലരും ഇപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ആ വിഷമതകളിലൂടെ ഇപ്പോൾ VIP ആയിട്ടൊക്കെ ഉള്ളവരെ നമ്മൾ ആ VIPസിൻ്റെ രീതി കൈകാര്യം ചെയ്യുന്നു. എന്നാൽ മറ്റ് സാധാരണ നമ്മുടെ വിശ്വാസ സ്വഭാവത്തിലൊക്കെ വരുമ്പോൾ ആ വിഷമങ്ങളിലൂടെയും ചില ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോയി ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും പോയി നമ്മൾ മോചിതരായി നമുക്ക് ആ പുണ്യം ലഭിക്കാൻ നമ്മൾ പാത്രീഭൂതരാകുന്നത്. അപ്പോൾ ഇത്രയും ദൈവികമായൊരു ഫീലിങ്ങോട് കൂടി വേണം നമ്മളത് ചെയ്യാൻ, ഓരോരുത്തരും അത് ചെയ്യാനും ആ രീതിയിൽ എത്തിക്കാനും. അങ്ങനെ ഉള്ള ഗുരുദർശനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ വലിയ വലിയ പ്രശസ്തമായ ആശ്രമങ്ങളിലെല്ലാം ഈ ഗുരുദർശനങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അത്രയും പരിശുദ്ധമായ ഒരു സ്റ്റേറ്റസിൽ ഭക്തിസാന്ദ്രമായിട്ട് സംഘടിപ്പിക്കുമ്പോഴാണ് അവിടെ ആളുകൾ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുന്നത്, പൊതുജനങ്ങൾ. കാര്യം ഈ മനുഷ്യ മനസ്സിൻ്റെ തലത്തിൽ ഇതൊരു വലിയ ഫോഴ്സായിട്ട്, ഒരു ഡിവൈൻ ഫോഴ്സായിട്ട് പോയിട്ട് മനുഷ്യ സമൂഹങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കും. അപ്പോൾ മനുഷ്യ സമൂഹങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ, അപ്പോൾ ഇത്രയും വലിയ കാര്യം പ്രാർത്ഥന നിർഭരമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഒറ്റ സ്വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡിവൈൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സിലൂടെ ഈ ദൈവത്തിനെ ഇങ്ങനെ സ്തുതിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ആൾക്കാർ ആകൃഷ്ടരായി ഇങ്ങനെ വരും നാനാഭാഗത്തുനിന്ന്. അങ്ങനെയാണ് ആ ഗുരുദർശനങ്ങൾ ഭയങ്കര പോപ്പുലർ ആവുകയും അവിടെ പിന്നെ അത്രയും ജനങ്ങൾ ഇങ്ങനെ വന്ന് കൂടുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള എല്ലാവരും താനേ വരികയാണ്. അപ്പം നമ്മൾ നമ്മുടെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും വികസിപ്പിച്ച് അതിനെ പുണ്യപ്പെടുത്തി ഭാഗ്യപ്പെടുത്തി അതിൻ്റെ മഹിമ നമ്മൾ ഉൾക്കൊണ്ട്, ഇതൊന്നും ഒരു ചടങ്ങ് പോലെ അല്ലാതെ ഓരോരുത്തരും ഇത് ഫീൽ ചെയ്യണം. കാര്യം ഇതിൻ്റെ ഒരു മഹിമ നമുക്ക് ആരും ഇനി കൊണ്ട് തരയൊന്നുമില്ല. ദൈവം എന്ന് പറയുന്ന ഈ വല്ല മന്ത്രതന്ത്ര ദേവ സിദ്ധി ജാലങ്ങളിലാണ് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തരുന്നത്, അനുഗ്രഹ നിഗ്രഹങ്ങളായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനെ ഉയർത്തി നമ്മൾ ആ ഫീലിങ്ങിലേക്ക് ഉയരുകയാണ്. ഗുരു ചെറിയൊരു സപ്പോർട്ടായിട്ട് നമ്മളിങ്ങനെ ആകർഷണം പോലെ പിടിക്കുമ്പോൾ നമ്മുടെ ആ ഭാവനയിൽ, ഭക്തി സാന്ദ്രമായ ഭാവനയിൽ, ബോധ ഭാവനയിൽ നമ്മളിങ്ങനെ ഉയർന്ന ഒരു ഭക്തി എല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ഒരു അന്തരീക്ഷം മൊത്തം മാറും. അങ്ങനെ മാറി അത് ജനങ്ങൾ താനേ നാച്ചുറലായിട്ട് വന്ന് അങ്ങനെയാണ് എല്ലാം സമ്പത്തും ഐശ്വര്യവും ഒരു ഗുരുമാർഗങ്ങളിലൊക്കെ എല്ലാ പ്രോസ്പെരിറ്റിയും നമ്മുടെ ആ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ ഉയർന്ന് വരുമ്പോഴാണ് ഉണ്ടായി വരുന്നത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പോഴും ഒരു വീഡിയോയിൽ ഗുരുദർശനത്തിൽ ഗുരു ഇങ്ങനെ ഇരിക്കുകയാണ് സാധാരണ മന്ദിരത്തിലോ മറ്റോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ഗുരുവിനെ കണ്ട് നമസ്കരിച്ചിട്ടൊക്കെ പോകുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ജ്യോതിർമയ സ്വാമി ഞാൻ നോക്കിയപ്പോൾ വന്ന് ഗുരുവിൻ്റെ കയ്യിൽ ഇങ്ങനെ തലയങ്ങ് വെച്ചു. അപ്പോൾ പെട്ടെന്ന് ഗുരു ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷേ ജ്യോതിർമയ സ്വാമിയാണെന്ന് കാണുമ്പോൾ ഗുരു പെട്ടെന്ന് അങ്ങ് അനുഗ്രഹിക്കും. അപ്പോൾ എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് ജ്യോതിർമയ സ്വാമി എന്തിനാ ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് നമസ്കരിക്കുന്നത്. പക്ഷേ ഗുരു പോലും ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ അപ്പോൾ ഗുരുവിന് മനസ്സിലായി. കാര്യം ഇത്രയും വ്യക്തികളുടെ മുമ്പേ അവിടുത്തെ അന്നത്തെ ആശ്രമത്തിൽ നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സന്യാസിയാണ്. ആ സന്യാസി വന്നിങ്ങനെ ഇത്രയും ജനങ്ങളുടെ മുമ്പ് ഇങ്ങനെയൊക്കെ ഇത്രയും കുമ്പിട്ട് തലയൊക്കെ, അപ്പോൾ അതൊരു ഒരു വലിയ മെസ്സേജാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിനെ ഇങ്ങനെ നമ്മുടെ ആ കോൺഷ്യസ്നെസ്സിൽ ഒരു വലിയ ഇംപ്രഷൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശിഷ്യപൂജിത മറ്റ് സന്യാസിനിമാരൊക്കെ അന്ന് ഇങ്ങനെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ അന്തരീക്ഷം ഡിവൈനാക്കി പ്രകാശിപ്പിച്ചതിൽ ഇവർക്കെല്ലാം പങ്കുണ്ട്. ഗുരുമാർഗത്തിൻ്റെ അപ്പോൾ ഈ ഒരു കാര്യത്തിന് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ തന്നെ ഇത് എൻ്റെ ഒരു സ്വയം വിമർശനവും കൂടെയാണ്. ഇപ്പം ഞാൻ ഈ ആഴ്ചയിൽ 2-3 പ്രാവശ്യം പോയി ഗുരുദർശനത്തിന് കാണുന്നതല്ലാതെ അപ്പം ഞാനിതെന്ത് ചെയ്യുന്നു, ഒരുപക്ഷെ ഇനി ഞാനും ഈ പറയുന്ന കാര്യത്തിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളും ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇതൊരു സ്വയം വിമർശനവും കൂടിയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളൊരു ആത്മവിമർശനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമായി കാണുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. കൂടാതെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ന്യൂട്രലായിട്ട് പറയുമ്പോൾ ചില കാര്യങ്ങളിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില വ്യക്തിത്വങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഒരു പരിണാമത്തിൻ്റെ വശമാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ പരിണാമം ഉണ്ടാകുമ്പോഴാണ് ഈ ഗുരുഭക്തിയും ആ ഗുരുവിൻ്റെ ആനന്ദവും സന്തോഷവും ഇതെല്ലാം വികസിച്ച് വരുന്നതെന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ നിർമ്മലാജനെക്കുറിച്ചും നവനന്മ സ്വാമിയെക്കുറിച്ചും ഋഷിരത്നായനെക്കുറിച്ചും പറഞ്ഞു. കൂടാതെ ഇപ്പോൾ നമ്മുടെ സത്യവ്രത സ്വാമിയുണ്ട്, ഇപ്പോൾ സോമനാഥ് സാറുണ്ട്, ഹരിയുണ്ട്, പിന്നെ എനിക്ക് പേരറിഞ്ഞൂടാത്ത 2-3 സന്യാസിനിമാർ, നമ്മുടെ ഭാനുപ്രകാശ് സ്വാമി. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ എൻ്റെ ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഇത്രയോ വർഷങ്ങളായിട്ട് അവർ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നു.
അവരെത്രയോ വർഷങ്ങളായിട്ട് ഒരേ മനസ്സോടുകൂടി കൈകാര്യം ചെയ്യുന്നത്. അതാണ് എൻ്റെ മനസ്സിന് ഇത്രമാത്രം ഒരു ബഹുമാനവും സ്നേഹവും ആദരവും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോഴാണ് ഏറ്റവും അധികം ബഹുമാനം തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരിലൂടെ ആ ഗുരുപ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ ജീവൻ്റെ ആ ഒരു തിളക്കം, അല്ലെങ്കിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു നന്മ, അതാണ് നമ്മൾ അവരിലൂടെയൊക്കെ കാണുന്നത്. അതുപോലെ എല്ലാവരും ഇപ്പോൾ സമയവും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഗുരുവിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് വേണ്ടിയോ അല്ല. നമ്മൾ ഈ ഗുരുദർശനത്തിന്, മനുഷ്യരൂപത്തിൽ ഗുരുദർശനത്തിന് വരാത്ത അവരിൽ ചില കള്ളത്തരങ്ങളുണ്ട്. അതാണ് ആരും മനസ്സിലാക്കാത്ത കാര്യം. ഞാനിത് ഇങ്ങനെയൊക്കെ പറയുന്നത് മറ്റു കാര്യം വെച്ചുകൊണ്ടല്ല. ഈ ഗുരുദർശനത്തിന് വരാത്ത ഒരു കള്ളത്തരമുണ്ട്. എന്തോ കള്ളത്തരങ്ങളും കാപട്യങ്ങളും കുറ്റബോധങ്ങളും അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് ഗുരുദർശനത്തിന് വരാത്തത് ആൾക്കാർ. അപ്പോൾ പിന്നെ അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല. അല്ലാതെ ഇപ്പോൾ ഗുരുവിനെ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ശിഷ്യഭൂത വിശ്വാസം ഇല്ലെങ്കിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു സത്യസന്ധനായ ധാർമ്മികനായ ഒരു ഗുരുവിശ്വാസി അവൻ ഇവിടെ വന്നിട്ട് ശിഷ്യഭൂതയുടെ മുമ്പ് നമസ്കരിക്കുമ്പോൾ ഇത് തെറ്റാണെങ്കിൽ അവൻ പറയുന്നത് ഞാൻ ഗുരുവേ എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ തെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആ സത്യമുള്ള ഒരു വിശ്വാസിയുടെ നമസ്കാരം കൊണ്ട് തന്നെ ഈ ശിഷ്യഭൂത അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ഈ തെറ്റായ കാര്യങ്ങളെല്ലാം നശിച്ചു പോകില്ലേ? ഒരു സത്യമുള്ള ഒരു ഗുരുവിശ്വാസി, അയാൾ ഒരിക്കലും തെറ്റില്ല. അയാൾ പറയുന്നു ഇത് ഗുരു തുടങ്ങിയ ആശ്രമമാണ്, ഇത് ഗുരുവിനെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്, ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ഇത് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു ഗുരുവിശ്വാസി വന്ന് ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ ഇത് തെറ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് തന്നെ പുകഞ്ഞു പോകില്ലേ ഇവിടെയുള്ളവർ? അപ്പം അങ്ങനെയൊന്നും അല്ല. എല്ലാവർക്കും വന്ന് ഗുരുവിനെ നമസ്കരിക്കാം. അത് ഗുരുവെന്ന് പറഞ്ഞ് തന്നെ നമസ്കരിക്കാം. അതിൽ ഒരു തെറ്റുമില്ല. ഇത് ഗുരുവിൻ്റെ ആശ്രമമാണ്, ഗുരു സ്ഥാപിച്ച ആശ്രമമാണ്, ഗുരുവിൻ്റെ വാക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് എല്ലാവർക്കും വന്ന് നിസ്സംശയം നമസ്കരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരനുഭവിക്കും, ആ തെറ്റ് ചെയ്യുന്നവരനുഭവിക്കും. ഇപ്പോൾ പണ്ട് ഇങ്ങനെ പറയും, ഈ കാര്യങ്ങൾ അറിയാത്ത സമയത്ത് ദൈവം ക്ഷമിക്കും. അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ, ഈ പല മേഖലയിലൂടെ, ഞാൻ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഇതേപോലുള്ള അറിവുകൾ, ആധ്യാത്മികമായ അറിവുകൾ പല വ്യക്തികളും പല രീതിയിലും പല ഭാവത്തിലും ലോകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ മറ്റൊരു വർക്കാണ്. ഈ കാര്യങ്ങൾ അറിയാത്തവർക്ക് ഇത് അറിയിച്ചു തന്നിട്ട് ഇനി തെറ്റിച്ച നല്ല ശിക്ഷ കിട്ടാൻ പോവുകയാണ്. ഈ പറയുന്ന രക്തം തുപ്പി മരിക്കും. ഞാനിത് ശപിക്കുന്നതല്ല, ആ രീതിയിലേക്ക് മനുഷ്യ സമൂഹം അധപ്പതിക്കേണ്ടി വരും. കാര്യം ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങൾ ഈ ഇതേപോലുള്ള നന്മയുള്ള സ്ഥലങ്ങളിൽ ആര് തെറ്റ് ചെയ്യുന്നോ അവരനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്യുന്നവരൊക്കെ അത് അനുഭവിച്ച് അവരുടെ രീതിയിൽ പൊയ്ക്കോളും. യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ മുമ്പ് ഒന്ന് നമസ്കരിക്കാൻ അവനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവൻ അങ്ങനെയാണെങ്കിൽ, അവൻ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ ബൈലോ തെറ്റിച്ചോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് നമസ്കരിക്കണം. അവൻ്റെ നമസ്കാരം കൊണ്ട് ഇവിടെ തെറ്റ് തിരുത്തപ്പെടണം. ഇവിടെ തെറ്റായിട്ടിരിക്കുന്നവർ, അങ്ങനെ ആരെങ്കിലും തെറ്റായിട്ടിരിക്കേണ്ട, അവൻ്റെ അങ്ങനെയുള്ള സത്യമുള്ള വിശ്വാസികളുടെ നമസ്കാരം കൊണ്ട് ഇവിടെ മാറ്റം വരും ഗുരുദർശനത്തിന്. അത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ എങ്ങനെയാണ്? സത്യമായ വിശ്വാസി അത് തെറ്റായ ഗുരുവിൻ്റെ അടുത്ത് പോയാലും അവൻ ശരിയായ വഴിയിലേക്കേ പരിണമിക്കൂ. കാര്യം അവൻ്റെ ഉള്ളിൽ ആ സത്യമാണ് അവനെ നയിക്കുന്നത്. അപ്പം സത്യമുള്ള വിശ്വാസിയെ ഒരു ശക്തിക്കും തെറ്റിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇവരെ പോലുള്ളവർക്ക് സത്യത്തിലും ദൈവത്തിലും അല്ല, പിശാചിലും നെഗറ്റീവ് ശക്തികളിലുമാണ് അവർക്ക് വിശ്വാസം. അങ്ങനെയുള്ളവർക്ക് ലോകത്ത് ഒരു സ്ഥലത്ത് നിന്നാലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഞാനീ പറഞ്ഞു, ഈ ഗുരുമാർഗത്തിൽ ഗുരുദർശനത്തിന് മനുഷ്യരൂപത്തിൽ വരാത്തത് കള്ളത്തരം ഉള്ളതുകൊണ്ടാണ്. കള്ളത്തരങ്ങളും കാപട്യങ്ങളും മറച്ചു വെക്കുന്നവരാണ് ഗുരുദർശനത്തിന് വരാത്തത്. അപ്പോൾ നമ്മുടെ ആശ്രമ സ്വഭാവത്തിലും ഈ പ്രധാനപ്പെട്ട തലത്തിലൊക്കെ ഇരിക്കുന്നവർ വരുന്നില്ലെങ്കിൽ വിചാരിച്ചോളണം, കള്ളത്തരങ്ങളും കാപട്യങ്ങളും അവർക്ക് രഹസ്യമായ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അത് അവർക്ക് ഭയം കൊണ്ടാണ് വരാത്തത്. അപ്പം ഇപ്പോൾ നമ്മുടെ ആശ്രമത്തെ സംബന്ധിച്ച് ഗുരുദർശനത്തിന് ഇവിടെ തിരക്ക് ഒഴിഞ്ഞ് സമയമില്ല. ഇത് ഏറ്റവും പവിത്രമായിട്ട് ചെയ്യുന്നു. ഞാനിത് സ്വയം വിമർശിച്ചതാണ്, എൻ്റെ ഒരു സ്വയം വിമർശനം. ഞാനാണ് ഇനി ഗുരുദർശനത്തിന് ഏറ്റവും കൂടുതൽ സീരിയസ്നെസ് ആയിട്ട് കാണേണ്ടത് ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കും ഞാനതിനെ ഈ രീതിയിൽ എന്നിലൂടെ ഇത് സംസാരിച്ചത്. അപ്പം ഞാനിനി എൻ്റെ ആത്മാർത്ഥതയും ഭക്തിയും സമർപ്പണവും കുറച്ചുകൂടി വിപുലമാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ദൈവികമായ ധർമ്മം ലോകത്തിൽ നടപ്പാവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ, അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഓരോരുത്തരിലൂടെ ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതെല്ലാം സ്ക്രിപ്റ്റാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പലതും സംസാരിക്കുന്നത്. അതൊക്കെ പിന്നെ നിങ്ങളുടെ മാനസിക വൈകൃതം. കാര്യം ഞാനിപ്പോൾ കേൾക്കുമ്പോൾ എല്ലാ കഥകളും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളുമാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. അതായത് വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസന് ഇങ്ങനെ ഇല്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അത് തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് വടക്കു നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസനെ പോലെ നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. കാര്യം എനിക്കെന്തായാലും മനസ്സിലാവുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് നിങ്ങൾ പറയുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇപ്പം ചന്ദ്രബാബുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഗുരുവിനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ 92 മുതൽ വരുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ആണല്ലോ അന്നത്തെ കാലത്ത് വരുന്നത്. ചിലപ്പോൾ ഞാൻ കാണാത്ത സമയത്ത് വന്നിരിക്കാം. ഇപ്പം ആശയോട് ചോദിച്ചപ്പോൾ ആശയ്ക്ക് അറിഞ്ഞൂടാ. ഞാൻ സീനിയർ ആയിട്ടുള്ള 2-3 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരാരും കണ്ടിട്ടില്ല നിങ്ങളെ. ആ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ ഗുരുവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ഗുരുവിനെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നെങ്കിൽ ഞാനത് സമ്മതിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഗുരുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. പിന്നെ നിങ്ങൾ ഗുരുവിനെ എപ്രകാരം സ്വീകരിച്ചു, നിങ്ങളുടെ മനസ്സിനെ ഉപേക്ഷിച്ച് ഗുരുവാക്കനുസരിച്ച് ജീവിക്കാനും ഒരു ശിഷ്യപ്പെടാനും ഒക്കെ നിങ്ങൾ എത്രത്തോളം തയ്യാറായിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ എത്രത്തോളം മനസ്സിനെ സാക്ഷാത്കാര സ്വഭാവത്തിൽ വളർന്നിട്ടുണ്ടെന്നും എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പെരുമാറ്റങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യരൂപത്തിലൊരു ഗുരു വേണമെന്നുള്ളത് എൻ്റെ നിഗമനത്തിൽ ശരിയാണ്. ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട എല്ലാം പറഞ്ഞു തന്ന് നേരായ വഴിക്ക് നിങ്ങളെ ഗുരുവിനെ മാത്രം നോക്കാൻ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. നിങ്ങളെ ഗുരുവിനെ മാത്രം നോക്കി പോകാൻ. അപ്പോൾ ഗുരുവിനെ നോക്കുമ്പോൾ ശിഷ്യോപദേശം നോക്കി അവനവൻ്റെ കാര്യം നോക്കി പോകാൻ, അല്ല മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ദൈവനിശ്ചയമായിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ സമയാസമയത്ത് ഉചിതമായ രീതിയിൽ ദൈവം പ്രവർത്തിച്ച് അത് നടത്തിക്കോളും. അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ നമ്മളും ഈ ഗുരുമാർഗത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളും അതിന് യോഗ്യതരായി പരിണമിച്ച് നമ്മളിലൂടെ ഗുരു അതിനെ പ്രവർത്തിക്കും, നമ്മളെ ഉപയോഗിക്കും എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങളെന്നാ ഗുരുവിനെ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ രാജേഷ് നേതാജിയെ പോലുള്ള വ്യക്തികളെയൊന്നും അവരുടെയൊക്കെ കേട്ട് ഹർഷപുളകിതനാകേണ്ട വ്യക്തി അല്ല നിങ്ങൾ. അത് നിങ്ങൾ നിങ്ങളുടെ വിലയെങ്കിലും മനസ്സിലാക്കുക. രാജേഷ് നേതാജിയെ പോലെ ഒന്നും അറിയാത്ത, ഇതിനെ ഗുരുവിനെ ആശ്രമത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത, ഇതിനെ മനസ്സിലാക്കാനായിട്ട് സ്വയം വന്ന്, ഇപ്പോൾ കാണാത്തവർക്കും മനസ്സിലാക്കാനായിട്ട് സ്വയം വന്ന് നിന്ന് ആശ്രമ പരിചയത്തിലൂടെ പഠിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്ത കുറേ ആൾക്കാർ കുറച്ച് വാചക കസരത്തുണ്ടെന്നും പറഞ്ഞ് അത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഹർഷപുളകിതനായൊക്കെ ഇരിക്കുന്നത് മോശമാണ്. നിങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒത്തിരി ഇമോഷണലായി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്ന, ആ സംസാരിച്ച് വരുമ്പോഴുള്ള എൻ്റെ ആ നിമിഷത്തിലെ തീവ്രത കൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നതുകൊണ്ട് മടുക്കുകയോ, നിങ്ങൾ പറയുന്നു നിങ്ങളെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, ഇതൊന്നും കേട്ടെന്നും പറഞ്ഞൊന്നും എനിക്കൊന്നുമില്ല. നിങ്ങളുടെ ഈ കളികളോ ഈ പ്രശ്നങ്ങളോ നിങ്ങളുടെ സംസാരങ്ങളോ ഒക്കെ ഒരു കുട്ടിക്കളിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അല്ല, അത് ഞാൻ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് അല്ലെ മറ്റൊന്നും കൊണ്ടല്ല. ഇത് ഒരുവിധം വികസിച്ച് ചിന്തിക്കുന്നവനെ സംബന്ധിച്ച് ഇത് കുട്ടിക്കളിയായിട്ടേ കാണാൻ പറ്റൂ. അല്ലാതെ ഇതൊന്നും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വളരെ മെച്ചുറായിട്ട് സീരിയസ് ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചാലല്ലേ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റൂ. ഇതേപോലുള്ള നുണയും കുണ്ടണിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിയായിട്ട് കാണാനല്ലേ പറ്റൂ. അല്ലെ, എനിക്കിപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സകല സെൻസ് ഉപയോഗിച്ച് നിങ്ങളെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ പറ്റുന്നില്ല. അപ്പം നിങ്ങളൊക്കെ എന്ത് കാണിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്നാൽ എൻ്റേതായ ചില കാര്യങ്ങളിൽ സീരിയസ്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമോഷണലിൽ ഞാനിങ്ങനെ ചിലപ്പോൾ ഒത്തിരി ഇമോഷണലായിട്ടും മടുത്തൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അത് ആ നിമിഷത്തിലാണ്. ഇപ്പോൾ ജീവിതത്തിൽ തന്നെ നാടകം കളിക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ. ഇപ്പോൾ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പിള്ളേരൊക്കെ സിനിമാ കഥ പോലെ സിനിമാ സ്റ്റൈലിലൊക്കെ പല നാടകങ്ങളും കളിക്കും. അതൊക്കെ ആ പ്രായത്തിൽ ഓക്കെയാണ്. പക്ഷെ പലരും വ്യക്തി ജീവിതത്തിൽ വളർന്നാലും ഒരു സിനിമാ സ്റ്റൈലിൽ നാടകങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജീവിതത്തിൽ നാടകം കളിക്കുന്നവർ വിഡ്ഢികളാണ്. ജീവിതം ഒരു നാടകമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തിൽ ഉണർന്ന് ആ ജീവിതമാകുന്ന നാടകത്തിൽ നിന്ന് എങ്ങനെ ഉണരാം എന്ന് മനസ്സിലാക്കുന്നവരാണ് അറിവുള്ളവർ. അപ്പം ജീവിതമാകുന്ന നാടകത്തിൽ നിന്ന്, ജീവിതത്തിൽ നാടകം കളിച്ചാൽ ജീവിതമാകുന്ന നാടകത്തിൽ നിന്ന് ഉണരാൻ പറ്റില്ല. ജീവിതത്തിൽ നാടകം കളിച്ചാൽ ജീവിതമാകുന്ന നാടകത്തിൽ നിന്ന് ഉണരാൻ പറ്റില്ല. അപ്പം ജീവിതമാകുന്ന നാടകത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ആ ജീവിതത്തെ സത്യസന്ധമായി, ശരിയായി, ധാർമ്മികമായി, സമ്പൂർണ്ണമായി ജീവിക്കണം. അപ്പം ആ സമ്പൂർണ്ണമായി ജീവിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അടുത്ത നിമിഷത്തിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ ജീവിതമാകുന്ന നാടകം എന്നിലൂടെയും നടക്കുന്നത് ഞാൻ കാണുകയാണ്. അതിൽ നിന്ന് എങ്ങനെ ഫ്രീ ആവണം, ഓരോ ഇഞ്ചിഞ്ചായി, ഓരോ അണുക്കളായി ഇതിനെ എങ്ങനെ ഫ്രീ ആക്കി കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ സാധനം ആശ്രമത്തിൽ നിന്ന് തന്നത് കൊണ്ടുവച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയി, നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയി. പക്ഷേ ഈ പ്രശ്നങ്ങൾ, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്വാമി ശിവാനന്ദനൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ള ഋഷികേശ ശിവാനന്ദൻ, ആ സ്വാമിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ഇതാണ്. അങ്ങനെ ഗുരുക്കന്മാരെല്ലാം ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒന്നും ഒരു വിഷയമായിട്ടല്ല കണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഗുരു അനുഭവിച്ച പ്രശ്നങ്ങൾ, ജീവിതത്തിൽ അനുഭവിച്ച സഹിക്കാൻ കഴിയാത്ത, ഒരു സാധാരണ മനുഷ്യരെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, താങ്ങാത്ത ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഗുരു ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഗുരു നമ്മളോട് പറഞ്ഞു, നിങ്ങളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എലമെൻ്റെങ്കിലും നിങ്ങളിത് എടുക്കാൻ തയ്യാറായിരിക്കണം. അതാണ് നിങ്ങളെ ഈ ആശയത്തിലേക്ക്, ഈ ധർമ്മത്തിലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ തന്നെ അതിനെ നേരിടേണ്ടത്, ഈ പ്രശ്നങ്ങളെയും പ്രോബ്ലങ്ങളെയും എല്ലാം
അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ നേരിടേണ്ടത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ അല്ലെങ്കിൽ അതിനെ എതിർക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും ജീവിതത്തിൽ. എല്ലാ പ്രശ്നങ്ങളും, അത് എന്ത് ദുഃഖമായാലും എന്ത് നരകമായാലും എന്ത് വിഷയമായാലും എന്ത് രോഗമായാലും എല്ലാത്തിനെയും അത് സ്വീകരിക്കുന്ന ഒരു മനോനിധി, അത് ഇതെൻ്റെതാണ്, ഇത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് ഗുരുവിന് സമർപ്പിക്കുമ്പോൾ, അത് സ്വീകരിച്ച് സമർപ്പിക്കുമ്പോൾ അതിനൊരു മാറ്റം വരികയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെയും സ്വീകരിക്കുന്നവനെ, എല്ലാത്തിനെയും നേരിടാൻ തയ്യാറാവുന്ന ആ ധീരനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ബോധതലത്തിലേക്ക് അവൻ ഉണരുന്നതാണ്. അതിനു വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒന്നും ആധ്യാത്മിക രംഗത്തൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും മാത്രമല്ല, ആ പ്രശ്നങ്ങളെയും പ്രോബ്ലങ്ങളെയൊക്കെ അതിവർത്തിച്ച് ബോധതലത്തിൽ, പ്രകാശതലത്തിൽ ഉയർന്ന് പുതിയ ഒരു ജീവിത സംസ്കാരം ഉണ്ടാക്കുന്ന ഒരു ആശയമാണിത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും തരുന്ന നമ്മുടെ പഴയ കർമ്മഗതിയെ മാറ്റി പുതിയ ഒരു കർമ്മഗതി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഇഷ്യൂസാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ കരുതുന്നത് പോലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളേ അല്ല. നിങ്ങൾ ഈ പറയുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവാണ്. ആധ്യാത്മികനായ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവാണ്. ആ പോസിറ്റീവായിട്ടുള്ള ഒരു നന്മയുടെ വെളിച്ചത്തിലേക്ക് വളരാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ ആധ്യാത്മിക രംഗത്ത് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ്. ഒന്നും പ്രശ്നമല്ലാത്ത ധീരന്മാർക്കുള്ളതാണ് ആധ്യാത്മികത. ഇനി നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും പ്രോബ്ലങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും നേട്ടങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള പുതിയൊരു സൂത്രം വേണമെങ്കിൽ ഞാൻ സങ്കല്പിച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പുതിയൊരു കാര്യം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് മാറി പോകാൻ. പക്ഷെ അതും നിങ്ങൾ തുറന്നു നോക്കരുത്, ദയവേത് തുറന്നു നോക്കരുത്. കാര്യം തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ശക്തി പോയി. തുറന്നു നോക്കാതെ നിങ്ങളിത് കൊണ്ടുവച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറാനുള്ള ഒരു ഉപാധിയും പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പം അയാൾ ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് എന്താണെന്നറിയാമോ? നിന്റെ സാരത്തിൻ്റെ പട്ടിക്ക് കൊണ്ട് കൊടുറ എന്തായിരിക്കും അയാൾ പറയുന്നത്. ഞാൻ എല്ലാവരും ക്ഷമിക്കണം എന്തായാലും. പക്ഷെ ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം മാറാനുള്ള ഒരു ഉപാധി എനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഗുരുമാർഗത്തിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു നെഗറ്റിവിറ്റി അതുപോലും പോസിറ്റീവ് ആണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇവരിങ്ങനെ നെഗറ്റീവായിട്ടിരുന്ന് പറയുന്നോണ്ടല്ലേ ശ്രീ ഇപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രീ വല്ലതും പറയൂ യഥാർത്ഥം. അല്ല, അപ്പൊ എല്ലാം കൊണ്ട് എല്ലാം നല്ലതിലേക്ക് സംഭവിക്കട്ടെ. നല്ലതാണ്. അല്ല, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. ആ ദൈവത്തിന്റെ നന്മ അത് സുഖ ദുഃഖങ്ങൾക്കെല്ലാം ഉപരിയായ, മാന അപമാനങ്ങൾക്കെല്ലാം ഉപരിയായ എല്ലാ കാര്യങ്ങളുടെയും അതിവർത്തിച്ച് നിൽക്കുന്ന ആ സത്യത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്കെല്ലാം ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.